Very fine. Good morning, good afternoon, good evening to one and all. നമ്മുടെ SPK ക്ലാസ്സസിന്റെ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് ആയ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മുടെ മെയ് 24 മുതൽ പുതിയ സിലബസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. സോ പുതിയ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ലൈക്ക് ഇതിനു മുന്നേ ഞാൻ ഓൾറെഡി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വീണ്ടും എനിക്കൊരു ക്ലാസിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സിലബസിൽ ഗംഭീരമായ ചേഞ്ചസ് വല്ലതും ഉണ്ടോ, അങ്ങനെ പലർക്കും പല ഡൗട്ട്സ് ഉണ്ട്. വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വീണ്ടും പുതിയ ബുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ. സോ ബിഫോർ ദാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് നമ്മുടെ SMന്റെ സിലബസ് എങ്ങനെയായിരുന്നു. പണ്ട് EISന്റെ കൂടെ SM ആയിരുന്നു, കറക്റ്റ് അല്ലടാ. EIS എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 50 മാർക്സിന് SM ആയിരുന്നു. ആ രണ്ട് പേപ്പർ നമ്മൾ നോക്കുവാണെങ്കിൽ EIS അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു പേപ്പറായിരുന്നു EIS. ആ ഒരു പേപ്പർ എല്ലാവർക്കും ലൈഫ് സേവർ ആയിട്ടുണ്ടായിരുന്നത് SM എന്നൊരു 50 മാർക്സിന്റെ പോർഷൻ തന്നെയായിരുന്നു അല്ലെ. സെയിം വേ പണ്ടത്തെ നമ്മുടെ FM ഇക്കണോമിക്സിനകത്ത് FM ആയിരുന്നു നമ്മുടെ ലൈഫ് സേവർ അല്ലെ. FM കാരണം നമ്മൾ ആ ഒരു സബ്ജക്ട് ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. സോ ഈ രണ്ട് സബ്ജക്റ്റിലും ഈസി ആയിട്ടുള്ള രണ്ട് പേപ്പേഴ്സ് മിക്സ് ആക്കിയിട്ടാണ് നമ്മുടെ മെയ് 24 പുതിയൊരു പേപ്പർ ആയിട്ടുള്ളത് FM SM. രണ്ടിന്റെയും വെയിറ്റേജ് ആസ് യൂഷ്വൽ പഴയ സിലബസ് പോലെ തന്നെ 50 മാർക്സ് ആണ്. അതിനകത്ത് ഒരു ചേഞ്ചും വന്നിട്ടില്ല. FM 50 മാർക്സ്, SM 50 മാർക്സ്, അതിനകത്ത് ഒരു ചേഞ്ചും വന്നിട്ടില്ല. സർ പിന്നെ എന്താണ് സർ ചേഞ്ച് വന്നിട്ടുള്ളത്? എടാ നമ്മുടെ പഴയ സിലബസിനകത്ത്, ഓൾഡ് സിലബസിനകത്ത് നമുക്കറിയാം SM 8 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ. പുതിയ സിലബസിലേക്ക് വരുന്ന സമയത്ത് 5 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സിലബസ് ഓൾമോസ്റ്റ് ഒരു 30 to 40% ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഓക്കെ സർ, അപ്പൊ പുതിയ സിലബസ് ഈസി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ SM എന്ന ഈ ഒരു പേപ്പർ നോക്കുവാണെങ്കിൽ പുതിയ സിലബസ് ഈസിയാണ്. SMന്റെ പഴയ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പഴയ സിലബസിൽ ഒരുപാട് നമുക്ക് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ആ ടോപ്പിക്സിനകത്ത് ഒരുപാട് ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ട് വളരെ ചുരുക്കം, വളരെ ഒരു 10% പുതിയ ടോപ്പിക്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആ പുതിയ ടോപ്പിക്സ് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്സ് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ CA ഫൗണ്ടേഷൻ BCK ലെവലുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ +2 പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ CA ഫൗണ്ടേഷൻ BCK നമ്മൾ പഠിച്ചിട്ടുള്ള പല കുഞ്ഞു കുഞ്ഞു പെറ്റി ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ സോ ഇൻ ഷോർട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് ആസ് യു ഓൾ നോ ഐ എം ഫാക്കൽറ്റി ഫോർ ഓഡിറ്റിംഗ് ആസ് വെൽ ആസ് SM. ഓഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. പക്ഷെ SMന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും കൂടുതലായിട്ട് ഞാൻ പറയാറുണ്ട്. സർ മനസ്സിലായില്ലേ സർ എന്താ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ ഓഡിറ്റിങ്ങിന് എത്ര എഫേർട്ട് ഇട്ടാലും നമുക്ക് കിട്ടുന്ന മാർക്ക് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ SM അങ്ങനത്തെ ഒരു പേപ്പർ അല്ല. SM ഇസ് ജനറലി ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. SMൽ നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് റിട്ടേൺസ് കിട്ടും. അത് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാലും നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു പേപ്പറാണ് SM സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. നമുക്ക് ഓൾഡ് സിലബസിലും അങ്ങനെ തന്നെയായിരുന്നു, ന്യൂ സിലബസിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ ന്യൂ സിലബസ് ആസ് ഐ സെഡ് ഏർലിയർ, ന്യൂ സിലബസിൽ വരുന്ന സമയത്ത് നമ്മുടെ സിലബസ് ആക്ച്വലി കുറയ്ക്കുകയാണ് ചെയ്തത്, കൂട്ടിയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഓഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ ഓഡിറ്റിംഗിന്റെ സിലബസ് ഇച്ചിരി കൂട്ടുകയാണ് ചെയ്തത്. ഓഡിറ്റിംഗിനകത്ത് കുറച്ച് കൂടുതൽ സ്റ്റാൻഡേർഡ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സിലബസ് കുറച്ചും കൂടി ഒരു വാസ്റ്റ് ആക്കിയത് പോലെയാണുള്ളത്. പക്ഷെ SM ആക്ച്വലി ഇറ്റ്സ് എ വെരി ഈസി പേപ്പർ. ഓക്കെ ആണോടാ? യെസ് സർ. സി നിങ്ങൾ ചാറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് വാട്ട് എവർ യു ഹാവ് ടു സേ, വാട്ട് എവർ യു ഹാവ് ടു ആസ്ക്, യു ക്യാൻ കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? ഹലോ? യെസ് സർ. ഫൈൻ. സോ നമുക്കറിയാം SM EIS അല്ലെ, എത്ര മാർക്സിന്റെ പേപ്പറാണ് നമ്മുടെ SM? 50 മാർക്സിന്റെ പേപ്പറാണ്. SM എത്ര മാർക്സിന്റെ ആണ്? 50 മാർക്സ്. അതിനകത്ത് തന്നെ നമുക്കറിയാം എന്താണ്, 35 മാർക്സിന് ഡിസ്ക്രിപ്ഷൻ പേപ്പർ ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്, നമ്മൾ എഴുതണം. അതേപോലെ തന്നെ 15 മാർക്സിന് നമുക്ക് എന്താണുള്ളത്? MCQ ആണ്. ഓക്കെ ഈ 15 മാർക്സിന്റെ MCQ, നമുക്ക് ഈ SMന്റെ MCQ നമ്മൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് DTയുടെ MCQ ഒക്കെ അത്യാവശ്യം കുറച്ച് ഒരു ടൈറ്റ് ആണ്. ഓഡിറ്റിംഗിന്റെ MCQ അത്ര കുഴപ്പമില്ല. പക്ഷെ SMന്റെ MCQ അത്ര ടൈറ്റ് അല്ല, ആക്ച്വലി വളരെ ഈസിയാണ്. നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആണെങ്കിൽ SMന്റെ MCQs അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് ഈസി മാർക്ക്. ഞാൻ എപ്പോഴും പറയുന്നത് MCQ എന്ന് പറഞ്ഞാൽ ഈസി മാർക്കാണ്. പക്ഷെ ഞാൻ എപ്പോഴും അതിനൊരു സ്റ്റാർ മാർക്ക് ഇടാറുണ്ട്, പോക്കത്ത് ഒരു സ്റ്റാർ മാർക്ക് ഇടും. അതായത് പെട്ടെന്ന് മാർക്ക് കിട്ടുകയും ചെയ്യും, ചെറിയ മണ്ടത്തരം ചെയ്താൽ മാർക്ക് ഉള്ളതൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ SMന്റെ MCQs പൊതുവെ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് MCQ 15 മാർക്സ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി 35 മാർക്സിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് 35 മാർക്സിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ 25-10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം.
അത് നോർമലി നമ്മുടെ ഒരു എക്സാമിന്റെ പേപ്പർ, നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ, RTPs ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 25 മാർക്സിന് അത്യാവശ്യം എപ്പോഴും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ ഞാനിപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും ഇതിനു മുന്നേ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ഒരു 10 മാർക്സിന് അത്യാവശ്യം കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. കേസ് സ്റ്റഡി ബേസ്ഡ് ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ ICA ശരിക്കും നിങ്ങളുടെ കോൺസെപ്റ്റൽ നോളജ് ട്രൈ ചെയ്യും. ഒരു 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പക്ക നിങ്ങളുടെ ബൈ ഹാർട്ടിംഗ് നോളജ് ആണ്, മെമ്മറി ടെക്നിക്കാണ്, മെമ്മറൈസിംഗ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, മെമ്മറൈസിംഗ് പവർ ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ആൻസർ മെമ്മറൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 25 മാർക്സ് ഈസിയാണ്. 10 മാർക്സ് പ്യോർ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പൊതുവേ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത് 35 മാർക്സിൽ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പേപ്പറിന്റെ ഒരു പാറ്റേൺ വരുന്നത്. 50 മാർക്സ് ആണ്. ഓക്കെ ആണോടാ? ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ SMന്റെ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായോ? പ്ലീസ് ടെൽ മീ. ഹലോ? യെസ് സർ, യെസ് സർ, ഗോട്ട് ഇറ്റ് സർ, ഫൈൻ. സോ ഞാൻ ആദ്യം നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം നമ്മുടെ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ, ആ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ നമ്പർ 1 വരുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു SM അല്ലെ, നമ്മുടെ പഴയ സിലബസിനകത്തുള്ള ചാപ്റ്റർ 1ന്റെ പേരും ഇൻട്രൊഡക്ഷൻ ടു SM എന്ന് തന്നെയായിരുന്നു അല്ലെ? യെസ്. പക്ഷെ നമ്മുടെ ചാപ്റ്ററിനകത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിച്ചിട്ടുണ്ട്. സോ എനിവേ വാട്ട് എവർ, നമുക്കത് പഠിക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ആകെ കൂടി നമുക്കുള്ളത് 5 ചാപ്റ്റേഴ്സ്, ആകെയുള്ളത് 5 ചാപ്റ്റേഴ്സാണ്. പ്രീവിയസ് സിലബസ് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ? 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ആകെ 5 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ആൻഡ് ICAയുടെ ഇത്തവണത്തെ വെയിറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ വെയിറ്റേജ് ആണ് തന്നിട്ടുള്ളത്. 12 to 15% എന്നുള്ള ഒരു ഈക്വൽ വെയിറ്റേജ്. സോ ഐ എം എക്സ്പെക്ടിങ് ഫ്രം ഈച്ച് ചാപ്റ്റർ യു ക്യാൻ എക്സ്പെക്ട് മാർക്സ് അറൌണ്ട് 7 to 12 മാർക്സ്. ഒരു 7 മുതൽ 12 മാർക്കിന് ഇടയിലുള്ള ഒരു മാർക്കായിരിക്കും ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണോ? സോറി, ഈ 5 ചാപ്റ്റേഴ്സ്, ഇതിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഈസി, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ടഫ് എന്നും കൂടി ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. ചാപ്റ്റർ 1 വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. വെരി സിമ്പിൾ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 1. ഇത് വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 3 again it's a very simple chapter as well as a very small chapter. ചാപ്റ്റർ 1, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ഈ 4 ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഈ 4 ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റേഴ്സ്, വളരെ സിമ്പിൾ ആണ്. അതായത് ഈ 3 ചാപ്റ്റേഴ്സ്, അതായത് 4 ചാപ്റ്റേഴ്സ് ഉള്ള 3 ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ 1, 3, 4, ഈ 3 ചാപ്റ്റേഴ്സും വളരെ സിമ്പിൾ ആണ്, ഈസി ടു സ്കോർ ആണ്. മനസ്സിലായോടാ? ഓക്കെ ആണോ? പക്ഷെ ചാപ്റ്റർ 5ഉം ചാപ്റ്റർ 2ഉം ടഫ് അല്ല, പക്ഷെ ഇച്ചിരി ലെങ്തി ആണ്. ഓക്കെ, അതിൽ ആക്ച്വലി നമ്മുടെ പഴയ സിലബസിലെ ചാപ്റ്റർ 7ഉം ചാപ്റ്റർ 8ഉമാണ് എന്ത്, ഈ ചാപ്റ്റർ നമ്പർ 5. നമ്മുടെ പഴയ സിലബസിലെ ചാപ്റ്റർ 7ഉം ചാപ്റ്റർ 8ഉം കൂടി മിക്സ് ചെയ്തതാണത് നമ്മുടെ ഈ ചാപ്റ്റർ 5. അതേപോലെ തന്നെ നമ്മുടെ ചാപ്റ്റർ 2 നമ്മുടെ പഴയ ചാപ്റ്റർ 2 തന്നെയാണ്, പക്ഷെ അതിനകത്ത് നമ്മുടെ പഴയ ചാപ്റ്റർ 5ൽ ചെറിയ ടോപ്പിക്സും കയറി വന്നിട്ടുണ്ട്. സോ ചാപ്റ്റർ 2 ഈസ് ഫൈൻ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്ട്രാ ഇതിനകത്ത് ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ആകെ ഒരു എക്സ്ട്രാ പുതിയതായിട്ട് വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ പെസ്റ്റൽ അനാലിസിസ് ആണ്. മൈക്രോ എൻവയറമെന്റ്, മാക്രോ എൻവയറമെന്റ്, പെസ്റ്റൽ അനാലിസിസ്. ബാക്കി എല്ലാ ടോപ്പിക്സും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പോർട്ടേഴ്സ്, 5 ഫോഴ്സസ്, വാല്യൂ ചെയിൻ അനാലിസിസ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ സിലബസിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. പുതിയതായിട്ട് വന്നത് എന്താണ്? ഒരു പെസ്റ്റൽ അനാലിസിസ്. അതും നമ്മുടെ BCK CA ഫൗണ്ടേഷൻ BCKയുടെ ഒരു പോർഷനാണ്. BCK അവിടെ നിന്ന് ഒഴിവാക്കിയപ്പോൾ അവിടുത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് CA ഇന്റർ SMലൊക്കെ ആഡ് ഓൺ ചെയ്തതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ സിലബസ്. സിലബസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആകെയുള്ളത് 5 ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മുടെ എൻറ്റയർ സിലബസിന്റെ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 40 ഹവേഴ്സ്. 40 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ എൻറ്റയർ സിലബസ് കവർ ആവും. വെറും 40 മണിക്കൂർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, വെറും 40 ഹവേഴ്സ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഐ ക്യാൻ അഷ്യൂർ യു 35+ മാർക്സ് ഇൻ SMന്റെ 50 മാർക്സിനകത്ത് 35+ നിങ്ങൾക്ക് ഞാൻ അഷ്യൂർ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഉണ്ടാവും? ഓക്കെ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും സെയിം ആണ്. നമ്മുടെ റെക്കോർഡ് ക്ലാസ് എന്ന് വെച്ചാൽ ആസ് യു നോ നമ്മുടെ ലൈവ് ക്ലാസ് തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡിന്റെ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലാസ്സസ് 2 ഹവേഴ്സ് വെച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും, വിച്ച് യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യു ക്യാൻ വാച്ച്. ഓക്കെ, നിങ്ങളുടെ വാച്ച് ഹവേഴ്സ് അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണോടാ? യെസ്. ഇനിയിപ്പോ നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചറും ക്ലാസിന്റെ ഒരു ഐഡിയയും ഞാൻ പറഞ്ഞുതരാം. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പോർട്ടലിനകത്ത് ക്ലാസ്സസ് വരും, ചുമ്മാ ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ് കാണാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യെസ്.
സോ നമ്മുടെ 40 ഹവേഴ്സിന്റെ ക്ലാസ് ആണ്. പെർ ഡേ നമ്മൾ 2 ഹവേഴ്സ് വെച്ച് ക്ലാസ്സസ് എടുക്കും. എല്ലാ ദിവസവും 2 ഹവേഴ്സ് വെച്ചിട്ട്. നമ്മൾ 2 ഹവേഴ്സ് അല്ല ആക്ച്വലി എടുക്കുന്നത്, ഒരു ടോപ്പിക് ആണ് നമ്മൾ എടുക്കുന്നത്. ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ടൈമാണ് എടുക്കുന്നത്, ആ ടൈം. ചില ദിവസങ്ങൾ നമുക്ക് ആ ടോപ്പിക് ഒരു 1.5 ഹവറിൽ തീർന്നാൽ 1.5 ഹവറിൽ നമ്മൾ ക്ലാസ് എടുക്കും. ചില ദിവസം ആ ടോപ്പിക് 2.5 ഹവേഴ്സ് പോയാൽ 2.5 ഹവേഴ്സ് നമ്മൾ ക്ലാസ് എടുക്കും. സോ ടോപ്പിക് വൈസ് ആണ് പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ബിക്കോസ് നമ്മൾ ടൈം വെച്ച് പഠിക്കണം. നമുക്കൊരു ടാർഗറ്റ് വെച്ച് പഠിക്കാനാണ് ഏറ്റവും നല്ലത്. ടാർഗറ്റ് വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എല്ലാ ദിവസവും ഒരു ടാർഗറ്റ് വെച്ച് പഠിക്കാം. സോ ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ള ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടാർഗറ്റ്, ഇന്നത്തെ ഡേ 1 നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 2 ടോപ്പിക്കാണ്. ഒന്ന് സ്ട്രാറ്റജി എന്ന് പറയുന്ന ടോപ്പിക്കും ഒന്ന് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കും. ഈ 2 ടോപ്പിക്കാണ് നമ്മുടെ ഡേ 1 വരുന്നത്. ഡേ 2 വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലസ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡേ 3 വരുന്നത് സ്ട്രാറ്റജിക് ഇന്റന്റ് പ്ലസ് വിഷൻ പ്ലസ് മിഷൻ പ്ലസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് പ്ലസ് വാല്യൂസ്. ഇങ്ങനെ ഈ 3 ദിവസം കൊണ്ട് നമ്മുടെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആവും. അതായത് 20% ഓഫ് ദ സിലബസ്. ശ്രദ്ധിക്കണം, ആകെ 5 ചാപ്റ്ററേ ഉള്ളൂ. എല്ലാ ചാപ്റ്ററിനും ഐസിയുടെ വെയിറ്റേജ് ഈക്വൽ ആണ്. സോ 20% ഓഫ് അവർ സിലബസ് നമുക്ക് 3 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ 20% ഓഫ് ദ സിലബസ് നമ്മുടെ കവർ ആവും. ഓക്കെ ആണോ? സോ വൺസ് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക്സ് പ്രൊവൈഡ് ചെയ്യും, കുറച്ച് ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഹോംവർക്ക്സ് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ തന്നെ ആയിരിക്കും കറക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓക്കെ, ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ശേഷം അതിന്റെ ടെസ്റ്റ് സീരീസും കൂടി കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്, അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത്. സോ ഇതുപോലെ ഓൾമോസ്റ്റ് ഒരു 40 ഹവേഴ്സിനുള്ളിൽ 40 ഹവേഴ്സിന് ഓൾമോസ്റ്റ് നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന 20 ക്ലാസ്സസ് ആണ്. 20 ക്ലാസ് കൊണ്ട് നമ്മുടെ എൻറ്റയർ SM സിലബസ് പ്ലസ് ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ, എന്റെ ക്ലാസ് മുന്നേ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യും. കാരണം നമ്മുടെ ഐസിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഇപ്പം ഒരുപാട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം SM ആയാലും ശരി, ഓഡിറ്റ് ആയാലും ശരി, ലോ ആയാലും ശരി, എല്ലാത്തിലും കോൺസെപ്റ്റുവൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇവിടെ എന്തൊക്കെയാണോ എന്റെ സ്ക്രീനിൽ ഞാൻ എഴുതുന്നത്, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തും എഴുതിയേ പറ്റത്തുള്ളൂ. ഒരു ടോപ്പിക്ക് നമ്മൾ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് അടുത്ത ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ വാട്സാപ്പിൽ പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതാണ് ഐ എം എക്സ്പെക്ടിങ് ഫ്രം യുവർ സൈഡ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ദിവസം ടോപ്പിക്ക് കഴിഞ്ഞു, ആ ദിവസം ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു, അതിനുശേഷം അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉദ്ദേശം പെട്ടെന്ന് ക്ലാസ് കണ്ടു തീർക്കുക എന്നുള്ളതായിരിക്കരുത്. ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് സ്ട്രോങ് ആക്കി വെച്ചിട്ട് എന്നിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോടാ? സെറ്റല്ലടാ? കമന്റ്. ഹലോ, നിങ്ങൾ ഉണ്ടോ അവിടെ? ഹലോ, യെസ് സർ, മനസ്സിലായി സർ. ഓക്കെ സർ, യെസ്. ഗൗതം, ഫൈൻ. ഓക്കെ, പ്രവീൺ, യെസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു, നമ്മളിപ്പോ ഒരുപാട് സംസാരിച്ചു. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, പിന്നെ ബിഫോർ ദാറ്റ് സർ, മെറ്റീരിയൽ ഏതാണ് സർ ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടോ സർ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ സർ. ഒരു 1 വീക്കിനുള്ളിൽ ദോസ് ഹു രജിസ്റ്റർ ഫോർ ദ കോഴ്സ്, നിങ്ങളുടെ ക്ലാസ് പർച്ചേസ് ചെയ്തവർക്ക് ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കും അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ, ഫാക്കൽറ്റി സ്റ്റഡി മെറ്റീരിയൽ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് നിർബന്ധം പിടിക്കാറില്ല. ആസ് യു നോ, എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, നമ്മൾ ഇതിനു മുന്നേയൊക്കെ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ചില കുട്ടികൾക്ക് ഫാക്കൽറ്റി സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ പർച്ചേസ്. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പ്രഷറൈസ് ചെയ്യും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു വാക്ക് പറഞ്ഞാൽ, എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ആരും പാസ്സാവില്ല, ഗ്യാരണ്ടി. ഞാൻ 100% പറയുന്നു, എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പാസ്സാവത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു വർക്ക് ഔട്ട്. ഐ ആം ജസ്റ്റ് ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ യു. എനിക്ക് സഹായിക്കാൻ പറ്റും നിങ്ങൾക്ക്.
ഓക്കെ, പരീക്ഷ എഴുതേണ്ടതാരാ? നിങ്ങളാ. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റും. പക്ഷെ ഇതിനു വേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടതാരാ? നിങ്ങൾ തന്നെ ഇടണം. ഓക്കെ, സോ എനിക്ക് ക്ലാസ് തന്നിട്ട് നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് അത് എന്റെ തന്നെ വാങ്ങണം ഞാൻ ഒരു നിർബന്ധവും പറഞ്ഞ. മാർക്കറ്റിലുള്ള ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് വേണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയാൽ നമ്മൾ അതായിരിക്കും ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിർബന്ധമായിട്ട് വേണം. തിയറി സബ്ജക്ട്സ് ഏത് തന്നെയായാലും ക്വസ്റ്റ്യൻ ബാങ്ക് ഈസ് മസ്റ്റ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ് സർ. ക്ലാസ്സിന്റെ ടൈമിംഗ് എങ്ങനെയായിരിക്കും? ക്ലാസ്സിന്റെ ടൈമിംഗ് ഇപ്പൊ എങ്ങനെയാ പറയുന്നത് വെച്ചാല്, നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് 7 to 9 PM എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതിനകത്ത് ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇനിയിപ്പം ലൈവ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ, ലൈവ് ക്ലാസ് എനിക്ക് റെക്കോർഡിങ്ങിനോട് താല്പര്യമില്ല സർ, ലൈവ് ക്ലാസ് മതി, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എപ്പോഴാണോ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഒരു 4 to 5 hours അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 hours മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അവരെ ഇൻഫോം ചെയ്യും. ഇത് ഇന്ന സമയത്തായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. കാരണം എത്രയും പെട്ടെന്ന് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ് വേണ്ട കുട്ടികൾക്ക് നമുക്ക് റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ലൈവ് ക്ലാസ് നമ്മുടെ ഫാക്കൽറ്റി, അതായത് എന്റെ ലീഷർ, എന്റെ ഫ്രീ ടൈമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ബട്ട് അറ്റ്ലീസ്റ്റ് 3 hours ബിഫോർ ലൈവ് ക്ലാസ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ ഇൻഫോം ചെയ്യും, അറ്റ്ലീസ്റ്റ് 3 hours ബിഫോർ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സിന്റെ കുട്ടികൾക്ക് അതിന്റെ റെക്കോർഡിങ്സ് വിതിൻ ഫ്യൂ ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ഡൗൺലോഡ് ഫ്രം ദ പോർട്ടൽ, യു ക്യാൻ വാച്ച് ഇറ്റ്. ഓക്കെ ആണോ? യെസ്. സോ ലെറ്റ്സ് ബിഗിൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ജേർണി. എടാ ശ്രദ്ധിക്കാം, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ്, സ്ട്രാറ്റജി മാനേജ്മെന്റ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സ്ട്രാറ്റജിയും മാനേജ്മെന്റും. എടാ എന്റെ ചോദ്യം, ഈ സ്ട്രാറ്റജി എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഈ സ്ട്രാറ്റജി എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? പറ, ആണോ? ആദ്യമായിട്ടാണോ കേൾക്കുന്നത് സ്ട്രാറ്റജി? അല്ല, നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടല്ലേ, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ സിലബസിൽ നമ്മൾ കേട്ടിട്ടില്ല അല്ലെ, നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ പേര് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സ്ട്രാറ്റജി. വെരി സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. എനിക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സ്ട്രാറ്റജി. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾ. എനിക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സ്ട്രാറ്റജി. സർ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഉദാഹരണം പറയാം. ഞാനൊരു റെക്കോർഡഡ് ക്ലാസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഏതിന്റെയാണ്? SM-ന്റെ. അപ്പൊ എന്റെ ഗോൾ എന്തായിരിക്കും? മാക്സിമം കുട്ടികൾക്ക് ഇത് വിൽക്കുക. അതിനുവേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ എന്താണ്? ആദ്യത്തെ ഫ്യൂ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് അനൗൺസ് ചെയ്യും. ആദ്യത്തെ ഒരു 2-3 ക്ലാസ് ഡെമോ ക്ലാസ് എന്ന രീതിയിൽ ഫ്രീ ആയിട്ട് അനൗൺസ് ചെയ്ത് എല്ലാ കുട്ടികളെയും ഇത് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ ഇത് പർച്ചേസ് ചെയ്യിപ്പിക്കും. സോ എന്റെ ഒരു പ്ലാൻ ഉണ്ട്, എനിക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ എന്താണ്? ആദ്യം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് അവർക്ക് ഞാൻ എന്ത് ചെയ്യും? ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഡെമോ ക്ലാസ് അടിപൊളിയായിട്ട് ഞാൻ എടുക്കുന്നു. ആ ഡെമോ ക്ലാസ് കണ്ടിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടുന്നു, ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു? എന്റെ ക്ലാസ് വാങ്ങുന്നു. ഇതാണ് എന്റെ സ്ട്രാറ്റജി. സോ എനിക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണെന്ത്? സ്ട്രാറ്റജി. ഇപ്പൊ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, നിങ്ങളുടെ ഗോൾ എന്താ? May 24 പാസ് ആവണം. ഇതല്ലടാ നിങ്ങളുടെ ഗോൾ, പറ. അല്ലെ, നിങ്ങളുടെ ഗോൾ എന്താണ്? May 24 അറ്റംപ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് അറ്റംപ്റ്റ്, അല്ലെ, നിങ്ങളുടെ അറ്റംപ്റ്റ് ഏതാണോ ആ അറ്റംപ്റ്റ് നിങ്ങൾക്ക് പാസ് ആകണം. ഇതല്ലടാ നിങ്ങളുടെ ഗോൾ, ഇതല്ലേ നിങ്ങളുടെ ഗോൾ? യെസ്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ എന്താണ്? സഞ്ജയ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, സഞ്ജയ് സാറിന്റെ SM അറ്റൻഡ് ചെയ്യുക, സഞ്ജയ് സാറിന്റെ ഓഡിറ്റ് അറ്റൻഡ് ചെയ്യുക, മറ്റേ സാറിന്റെ ഇന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇന്ന സ്ഥലത്ത് പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇവിടെ നമ്മൾ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും, അവിടെ നമ്മൾ റെസിഡൻഷ്യൽ ബാച്ചസ് അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കുന്നു അല്ലെ. സോ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ഇല്ലേ, അതിനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾ. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള നിങ്ങളുടെ പ്ലാൻ ആണെന്ത്? സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ സി, ഈ ഒരു കമ്പനി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ, വാട്സാപ്പ് എന്ന് പറയുന്ന കമ്പനി. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കമ്പനിയിലെ വാട്സാപ്പ്. നിങ്ങൾ എല്ലാവരും വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരല്ലേ? യെസ്. എടാ നമുക്ക് മെസ്സേജിങ് എത്ര ആപ്സ് ഉണ്ട്? വാട്സാപ്പ് ഉണ്ട്, ഹൈക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, ചില ആൾക്കാർ ഗൂഗിൾ പേനകത്ത് വരെ ചാറ്റ് ചെയ്യാറുണ്ട്. സോ ഇത്രയും ആപ്സ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആപ്പ് ഏതാണ്? വാട്സാപ്പ് ആണ്. എന്തുകൊണ്ടാണ് വാട്സാപ്പിന് ഇത്രയും സക്സസ് വന്നിട്ടുള്ളത്?
എന്തുകൊണ്ടായിരിക്കും വാട്സാപ്പിന് ഇത്രയും സക്സസ് വന്നത്? കാരണം വാട്സാപ്പ് അവരുടെ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരെടുത്ത് അവരുടെ സ്ട്രാറ്റജിയാണ് നോ അഡ്വർടൈസ്മെന്റ്. വാട്സാപ്പിൽ നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവില്ല. അവരുടെ എന്താണ്, അവരുടെ വിഷനാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സോ വാട്സാപ്പിന്റെ സ്ട്രാറ്റജി എന്താണ്? നോ അഡ്വർടൈസ്മെന്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നോ അഡ്വർടൈസ്മെന്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്? അവർ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി ഹൈ പ്രൈസ്, പ്രീമിയം പ്രോഡക്റ്റ്, ബെറ്റർ ഫീച്ചേഴ്സ്. എടാ ഞാൻ പറയട്ടെ, ആപ്പിൾ ഒരിക്കലും പറയില്ല എന്റെ ഫോണാണ് ഏറ്റവും ചെറിയ പ്രൈസ്, എന്റെ ഫോണാണ് മറ്റുള്ള ഫോണിനെക്കാളും ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞാണോ ആപ്പിൾ ഫോൺസ് വിൽക്കുന്നത്? അല്ല, ആപ്പിൾ ഫോൺസ് എപ്പോഴും കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് കാണിച്ചിട്ടാണ്. എന്റെ ഫോണിനാണ് ഏറ്റവും നല്ല സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ളത്, എന്റെ ഫോണിനാണ് ഏറ്റവും നല്ല ക്യാമറ ഉള്ളത്, എന്റെ ഫോണിനാണ് iOS ഉള്ളത്, ബാക്കിയുള്ളവരൊക്കെ ആൻഡ്രോയിഡ് ആണ്, എനിക്ക് സ്വന്തമായിട്ട് iOS ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലടാ ആപ്പിൾ ഫോൺ അവരുടെ ഫോൺ വിൽക്കുന്നത്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? സോ ആപ്പിളിന്റെ സ്ട്രാറ്റജി എന്താണ്? ആപ്പിളിന്റെ സ്ട്രാറ്റജി എന്താണ്? ഹൈ പ്രൈസ്, പ്രീമിയം പ്രോഡക്റ്റ്, ബെറ്റർ ഫീച്ചേഴ്സ്. എടാ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഇതാണ് സ്ട്രാറ്റജി, ആപ്പിളിന്റെ സ്ട്രാറ്റജി. അതേ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കമ്പനി ഉണ്ട്, ബൈജൂസ്. ബൈജൂസ് അല്ലെ? ബൈജൂസ് എല്ലാവർക്കും അറിയാലോ. യെസ്, അവർ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി എന്താണ്? അഗ്രസീവ് മാർക്കറ്റിംഗ്. നിങ്ങൾക്കറിയാം അല്ലെ? അഗ്രസീവ് മാർക്കറ്റിംഗ്, വേറെ ലെവൽ മാർക്കറ്റിംഗ് ആയിരുന്നു ബൈജൂസിന്റെ അല്ലെ? സി ഒന്ന് ആലോചിച്ച് നോക്കണേ. കേരളത്തിലെ കണ്ണൂരിലെ അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച ബൈജു രവീന്ദ്രൻ, പുള്ളിക്കാരൻ 2010 സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ഒരു ചെറിയൊരു സ്ഥലത്ത് ട്യൂഷൻ സെന്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 2020 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ വളരുന്ന ഒരു ടെക് കമ്പനിയായി മാറി. ശരിയല്ലടാ? യെസ്. അതിനുവേണ്ടി അവരുടെ അത്രയും വളരാൻ വേണ്ടി അവർ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി എന്താണ്? അഗ്രസീവ് മാർക്കറ്റിംഗ്. നിങ്ങൾക്കറിയാം കേരളത്തിൽ ബൈജൂസിന് വേണ്ടി മാർക്കറ്റിംഗിന് അറിയുന്നത് ആരാണ്? ബൈജൂസിന്റെ അംബാസഡർ, ഫുൾ എല്ലാ അഡ്വർടൈസ്മെന്റ് മുന്നിൽ വന്നത് ആരാണ്? പറ, ആരാണ്? ലാലേട്ടൻ. ശരിയല്ലേ? ബോളിവുഡിൽ ആരായിരുന്നു? ഷാറുഖ് ഖാൻ. സോ പിന്നെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർ ആയിരുന്നു ബൈജൂസ്. ഫിഫ വേൾഡ് കപ്പിന്റെ സ്പോൺസർ ആയിരുന്നു ബൈജൂസ്. നിങ്ങൾക്കറിയാം ബൈജൂസിന്റെ ജേഴ്സി ഇട്ടിട്ട് മെസ്സി വരെ ഫുട്ബോൾ പിടിച്ചിട്ടുണ്ട്. ശരിയല്ലടാ? ശരി. ലയണൽ മെസ്സി, നമുക്ക് എല്ലാവർക്കും അറിയാം, ലയണൽ മെസ്സി ബൈജൂസിന്റെ ടീഷർട്ട് ഇട്ടിട്ട് ഫുട്ബോളും പിടിച്ചിരിക്കുന്ന ഫോട്ടോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ശരിയല്ലടാ? യെസ്. ഇത്രയും അഗ്രസീവ് രീതിയിലാണ് അവർ എന്ത് ചെയ്തത്? മാർക്കറ്റിംഗ് ചെയ്തത്. ഇത്രയും അഗ്രസീവ് രീതിയിലാണ് അവർ എന്ത് ചെയ്തത്? മാർക്കറ്റിംഗ്. അവർ കസ്റ്റമറിനെ പിടിക്കാൻ വേണ്ടി, കുട്ടികളെ പിടിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്? അഗ്രസീവ് മാർക്കറ്റിംഗ്. അഗ്രസീവ് മാർക്കറ്റിംഗ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇടയിലും ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട്. CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് രീതി വന്നിട്ടുണ്ട്. കാരണം പണ്ട് ഒരു 5, 8, 10 വർഷം മുന്നേ ഇത്രയും അഗ്രസീവ് രീതിയിൽ ഒരു CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാൻ പറ്റും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്രമുഖ CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും മാർക്കറ്റിംഗിന് വേണ്ടി, അഡ്വർടൈസ്മെന്റിന് വേണ്ടി എത്ര രൂപയാണ്, എത്ര കോടികളാണ് ചെലവാക്കുന്നത്. എല്ലാ സിനിമാ നടന്മാരെ കൊണ്ടുവരുന്നു, ടിവിയിൽ ഒരു പത്രത്തിലെ ഫ്രണ്ട് പേജ് ഫുൾ പരസ്യം ഇടുന്നു, ടി വി ന്യൂസിലെ ആങ്കറിന്റെ ലാപ്ടോപ്പിന്റെ പുറകിൽ പോലും നമുക്ക് എന്ത് കാണാൻ പറ്റും? പല പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരുകൾ കാണാൻ പറ്റും. ശരിയല്ലടാ? സോ ഇന്ന് നമ്മുടെ ഈ CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി അവരെടുക്കുന്ന സ്ട്രാറ്റജി എന്താണ്? അഗ്രസീവ് മാർക്കറ്റിംഗ് തന്നെയാണ്. ശരിയല്ലടാ? യെസ്. നമുക്കറിയാം ഈ രണ്ട് കമ്പനി നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലെ? സുഡിയോ, അതേപോലെ തന്നെ വെസ്റ്റ് സൈഡ്. ശരിയല്ലടാ? വെസ്റ്റ് സൈഡ് സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ. ഓക്കെ, സുഡിയോ ആസ് വെൽ ആസ് വെസ്റ്റ് സൈഡ് അല്ലെ? സോ രണ്ടും ആരുടെയാണ്? ഈ രണ്ട് കമ്പനീസും ആരുടെയാണ്? ടാറ്റ ഗ്രൂപ്പിന്റെ ആണ്. രണ്ട് കമ്പനീസും ആരുടേതാണ്? ടാറ്റ ഗ്രൂപ്പിന്റെ ആണ്. ശരിയല്ലടാ? രണ്ട് കമ്പനി ടാറ്റയുടെ. യെസ്. പക്ഷെ രണ്ടുപേരും സ്ട്രാറ്റജി രണ്ടും ഡിഫറെന്റ് ആണ്. സുഡിയോ തന്റെ കസ്റ്റമറിനെ പിടിക്കുന്നത് ഹൈ പ്രൈസ് ചാർജ് ചെയ്തിട്ടാണോ? അല്ല. അഫോർഡബിൾ പ്രൈസ്, ഒരു മോഡറേറ്റ് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? സുഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അവിടെ അഡ്വർടൈസ്മെന്റ് ഉണ്ടോ? സുഡിയോയുടെ അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാറുണ്ടോ? ഇല്ല. കാരണം അവർ കോസ്റ്റ് കട്ടിംഗ് ആണ് അവർ നോക്കുന്നത്. അവരുടെ സ്ട്രാറ്റജിയിൽ അവർ ചെയ്യുന്നത് കോസ്റ്റ് കട്ടിംഗ് ആണ്. അഡ്വർടൈസ്മെന്റ് ഒന്നും അവർ ചെയ്യാറില്ല. പക്ഷെ വെസ്റ്റ് സൈഡ് എന്താ ചെയ്യാറുള്ളത്? വെസ്റ്റ് സൈഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യാറുണ്ട്. വെസ്റ്റ് സൈഡിൽ അവർ നടന്മാരെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാറുണ്ട്. അവർ പ്രീമിയം പ്രോഡക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീമിയം പ്രോഡക്ട്സ്. അതേപോലെ തന്നെ പ്രൈസും കുറച്ച് ഹൈ ആയിരിക്കും. ശരിയല്ലടാ? യെസ്. സോ ഇതാണ് അവരുടെ സ്ട്രാറ്റജി. സുഡിയോ, വെസ്റ്റ് സൈഡ് സ്ട്രാറ്റജി. അതേപോലെ തന്നെ ഒരു രണ്ട് കമ്പനി കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ.
എല്ലാവർക്കും അറിയുന്നില്ലേ അവിടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ സെല്ലിംഗ് ദ ഫിയർ. നമ്മുടെ ഉള്ളിലെ പേടി, എടാ ശ്രദ്ധിക്കടാ, നമ്മുടെ ഉള്ളിലെ പേടി, ആ പേടിയാണ് അവർ വിൽക്കുന്നത്. സർ മനസ്സിലായില്ല സർ, അതെങ്ങനെ സർ നമ്മുടെ ഉള്ളിൽ പേടി വിൽക്കുക? എടാ ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ ചോദിച്ചു ഹലോ ആരാണ്? അപ്പൊ പറഞ്ഞു എന്നോട് LICയിലെ ഏജന്റ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അപ്പൊ ചേട്ടാ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു സംസാരിക്കല്ലോ, അതിനെന്താ പറഞ്ഞു. എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ വീട്ടിൽ ആരാണ് ജോലി ചെയ്യുന്ന ആള്? ഞാൻ പറഞ്ഞു ഞാൻ ഒരാളാണ് ജോലി ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു ചേട്ടാ ഇന്നത്തെ ലോകം വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ വേണ്ടത്? പറഞ്ഞു ചേട്ടാ ഇന്ന് ഞാൻ ചേട്ടനോട് സംസാരിക്കുന്നത്, നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞു നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരുമാതിരി രാവിലെ തന്നെ വിളിച്ചിട്ട് ആളെ കളിയാക്കുവാണോ ചോദിച്ചു. പറഞ്ഞു ചേട്ടാ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക്, ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ നോക്ക്. ചേട്ടന് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എനിക്ക് നാളെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാരന്റ്സിനെ ആര് നോക്കും ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആര് നോക്കും? അപ്പൊ അവൻ പറഞ്ഞു ഞാൻ നോക്കാം ചേട്ടാ. ആര്, നീയോ? അല്ല സാർ എന്റെ കമ്പനി നോക്കും, LIC നോക്കും. ഞാൻ പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നത്? ചേട്ടാ നമ്മുടെ കമ്പനിയിൽ ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്ക്, നമ്മുടെ കമ്പനിയിൽ ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്ക്. അങ്ങനെ ഇൻഷുറൻസ് പ്ലാൻ എടുത്താല് ചേട്ടൻ മരിച്ചാലും ചേട്ടന്റെ പാരന്റ്സിന് നല്ലൊരു തുക കിട്ടും. ആരുടെയും മുന്നിൽ കൈകൂപ്പാതെ അവർക്ക് ഭാവിയിൽ ജീവിക്കാൻ പറ്റും. ചേട്ടൻ നാളെ ഇല്ലെങ്കിലും ചേട്ടന്റെ പാരന്റ്സിന് ഒരാളുടെ മുന്നിൽ പോലും തെണ്ടി നടക്കേണ്ട ആവശ്യം വരില്ല. അത്യാവശ്യം വലിയൊരു തുക നമ്മള് ചേട്ടന്റെ പാരന്റ്സിന് തരും. ഞാൻ ആദ്യം വേണ്ടാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചു ഒന്ന്, ശരിയാ, കാരണം നാളെ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാരന്റ്സ് എങ്ങനെ ജീവിക്കും? കാരണം എന്റെ പാരന്റ്സിന് അത്യാവശ്യം വയസ്സായി, പിന്നെ ഞാൻ കുറെ സ്വത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അവർക്ക് ഭാവിയിൽ ജീവിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാ പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളി എന്താ അവിടെ വിറ്റത്? എന്റെ ഉള്ളിലെ പേടിയാണ് അവിടെ വിറ്റത്. പുള്ളി എന്നെ കൊണ്ട് ടേം ഇൻഷുറൻസ് എടുപ്പിച്ചു. സി ദ സ്ട്രാറ്റജി നോക്ക്. LIC എന്ന് പറയുന്ന കമ്പനി സ്ട്രാറ്റജി നോക്ക് നിങ്ങൾ. അവരെന്താ വിറ്റത്? എന്റെ ഉള്ളിലെ പേടിയാ വിറ്റത് അവര്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? ഇതേ പുള്ളിക്കാരൻ ഈ ടേം ഇൻഷുറൻസ് എന്നെ കൊണ്ടെടുത്ത് ഇതേ പുള്ളിക്കാരൻ ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഞാൻ ടേം ഇൻഷുറൻസ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ വീണ്ടും വിളിച്ചു. എന്താ മോനെ ഞാൻ ഇൻഷുറൻസ് എടുത്തല്ലോ, ഇപ്പൊ എന്താ നിനക്ക് വേണ്ടത്? ചേട്ടൻ ഇൻഷുറൻസ് എടുത്തു. ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചേട്ടൻ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞു ഞാൻ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ടെന്ന്? ചേട്ടൻ ചാർട്ടേഡ് അക്കൗണ്ട് ഇല്ല, അപ്പൊ അത്യാവശ്യം പൈസ സമ്പാദിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇപ്പൊ അതിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞു. ചേട്ടന് നാളെ എന്തെങ്കിലും ഒരു അസുഖം വന്നു, ചേട്ടാ ഇന്നിപ്പം നാട്ടില് ഒരു പനി വരുന്ന പോലെ ക്യാൻസർ ഒക്കെ വരുന്നത്, എങ്ങാനും ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു നീ എന്ത് മനുഷ്യൻ, രാവിലെ തന്നെ വിളിച്ച് നെഗറ്റീവ് ആണോ പറയുന്നത്? അല്ലെങ്കിലേ ഞാനൊരു നെഗറ്റീവാ, അതിന്റെ ഇടയ്ക്ക് നീ കൂടി നെഗറ്റീവ് എന്റെ തലയിൽ ഇടുവാണോ ചോദിച്ചു. അപ്പൊ ചേട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് ചേട്ടാ. ഞാൻ പറഞ്ഞു ഓക്കെ പറ. ചേട്ടൻ ഇങ്ങനെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ മറ്റേ പാർട്ടി സെക്രട്ടറി ഒന്നും അല്ലല്ലോ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇടണല്ലോ. ഞാൻ പറഞ്ഞു അതെ ഞാൻ കയ്യിൽ നിന്നും. ചേട്ടൻ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം മൊത്തം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ചെറിയ അസുഖമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് മൊത്തം തീർന്നിട്ടുണ്ടാവും. ശരിയല്ലടാ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ വല്ലതും നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ സേവിങ്സ് മൊത്തം തീരൂലേ? നമ്മൾ എത്ര ഇപ്പോഴത്തെ പഴയ പോലെയാണ് ഇപ്പോഴത്തെ കോസ്റ്റ്. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പനി പിടിച്ചാൽ തന്നെ മതി, നമ്മുടെ കംപ്ലീറ്റ് സേവിങ്സും തീരും. ശരിയല്ലടാ? യെസ്. സോ പുള്ളി പറഞ്ഞു ചേട്ടൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ, ചേട്ടന്റെ കംപ്ലീറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ചേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ കംപ്ലീറ്റ് എക്സ്പെൻസ് എന്റെ കമ്പനി നോക്കും ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? ചേട്ടാ ഒന്നും വേണ്ട, പ്രതിവർഷം എല്ലാ വർഷവും ഒരു 10,000 രൂപ ഇൻഷുറൻസിലേക്ക് പ്രീമിയം അടച്ചാൽ വേറെ ഒന്നും വേണ്ട. അത് മാസത്തിൽ വെറും ഒരു 1000 രൂപ പോലും വരുന്നില്ല സാർ. ഒരു വർഷത്തിൽ 10,000 രൂപ അടക്കുവാണെങ്കിൽ ചേട്ടൻ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കമ്പനി നോക്കുന്നു. ഓക്കെ ഫൈൻ. സി ഇപ്പൊ ഞാൻ പറഞ്ഞ 2 എക്സാമ്പിളിലും ഈ ഏജന്റ് എന്നെ കൊണ്ട് എങ്ങനെ ഇൻഷുറൻസ് എടുപ്പിച്ചത്? സെല്ലിംഗ് ദ ഫിയർ. ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് LIC. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? ഹലോ, നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാ? കമന്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നോക്ക്. സെറ്റ് അല്ലേ? യെസ് സർ. എടാ ഇവിടെ നമ്മൾ കണ്ട എല്ലാ എക്സാമ്പിൾസിലും ആ കമ്പനി അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ, ആ പ്ലാനിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ വാട്സാപ്പ് മുതൽ, ആപ്പിൾ മുതൽ, ബൈജൂസ് മുതൽ, സുഡിയോ, വെബ്സൈറ്റ്, LIC മുതൽ എല്ലാ കമ്പനീസും എടുത്തത് എന്താണ്? അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയുടെ കൂടെ കേസ് പറഞ്ഞാൽ ഞാൻ നിർത്താം. ജിയോ, അതേപോലെ തന്നെ ജിയോ സിനിമ.
ഈ രണ്ട് കമ്പനീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനീസാണ്, ശരിയടാ. ജിയോ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് ഞാൻ പറയട്ടെ. ജിയോ എന്ന് പറഞ്ഞ കമ്പനി 2010 മുകേഷ് അംബാനി ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ 2016 ലോഞ്ച് ചെയ്തത്. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. 2016 വരെ എന്തിനാ സർ വെയിറ്റ് ചെയ്ത്? കാരണം പുള്ളിക്ക് ഒരു നോ കോമ്പീറ്റ് അഗ്രിമെന്റ് ഉണ്ട്. അതായത് പുള്ളിയുടെ ചേട്ടനുണ്ടല്ലോ അനിൽ അംബാനി, പുള്ളിക്കാരൻ ഓൾറെഡി ടെലികോം കമ്പനി ഉണ്ട്, റിലയൻസ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ 6 വർഷം നോ കോമ്പീറ്റ് അഗ്രിമെന്റ് കഴിഞ്ഞിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്? ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ബിസിനസ്സിൽ ഇറങ്ങിയപാട് തന്നെ പുള്ളി മാർക്കറ്റിൽ എങ്ങനെ പൊസിഷൻ പിടിച്ചത്? ജിയോ എന്ന് പറഞ്ഞ ഇന്നത്തെ ദിവസത്തിന് ജനുവരി 20, 2024, ഇന്നത്തെ ദിവസത്തില് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ടെലികോം സർവീസ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ജിയോ ആണ്. ജിയോയുടെ മാർക്കറ്റ് ഷെയർ 37%, എയർടെൽ 32%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. പണ്ട് മുതലേ ഉള്ള എയർടെല് വെറും 32%, 2016 തുടങ്ങിയ ജിയോക്ക് 37% ഉണ്ട്. എങ്ങനെയാണ് ജിയോ ഈ മാർക്കറ്റ് പൊസിഷൻ പിടിച്ചത്? കാരണം അംബാനിക്ക് ബുദ്ധിയുണ്ട്. ബാക്കിയുള്ളവരെക്കാളും ബുദ്ധിയുണ്ട് ആർക്ക്? അംബാനി. അംബാനി ഒരു ബിസിനസ്സിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിലെ രാജാവാവാതെ അംബാനി പോവില്ല. കാരണം അംബാനിക്ക് അറിയാം ഏതിനാണ് പൈസ ചാർജ് ചെയ്യേണ്ടത്, ഏതാണ് ഫ്രീ കൊടുക്കേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നിങ്ങൾ ഒരു ദിവസം ഫോണിൽ സംസാരിക്കുന്നതാണോ കൂടുതൽ, അത് ഫോണിൽ നെറ്റ് ഉപയോഗിക്കുന്നതാണോ കൂടുതൽ? നമുക്ക് ഒരു ദിവസം എത്ര നേരം സംസാരിക്കാൻ പറ്റൂടാ? നമുക്ക് എത്ര നേരം ഒരു ദിവസം സംസാരിക്കാൻ പറ്റും? ഈ ബാക്കിയുള്ള മണ്ടന്മാർക്ക്, ഈ എയർടെൽ, വോഡാഫോൺ, ഐഡിയ, ടാറ്റ ഡോകോമോ, റിലയൻസ്, ഇവന്മാർക്ക് എന്താ ചാർജ് ചെയ്യുന്നുണ്ടായി ഇത്രയും കൊല്ലം? കോൾ അല്ലേ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നത്? ശരിയല്ലേ? കോളിനല്ലേ അവർ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നത്? അതെ. പക്ഷെ നമുക്ക് എത്ര നേരം കോൾ വിളിക്കാൻ പറ്റും? ചിലപ്പോ ചില വ്യക്തികൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നട്ടപ്പാതിരെ വരെ ഇരുന്നിട്ട് നീ പറ 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 നീ പറ എന്നൊക്കെ പറഞ്ഞ് രാത്രി കുറെ ഇരുന്ന് തൊള്ളും. അതല്ലാത്തവർക്ക് ഈ ഫോണിനെ കൊണ്ട് ഇത്രയും ആവശ്യമുണ്ടോ? ഒന്ന് പറ. ഇത്രയും ആവശ്യമുണ്ടോടാ? ഇല്ല. ശരിയല്ലേ? യെസ്. ഈ ലോജിക്ക് ആർക്കറിയാം? അംബാനിക്കറിയാം. അംബാനി എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്? ജിയോ എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്? ജിയോ മാർക്കറ്റിൽ ഇറങ്ങിയ പാടെ തന്നെ എന്താ ചെയ്തത്? കോൾസ് മൊത്തം ഫ്രീ ആയി ചെയ്തു. കാരണം നീയൊക്കെ എത്ര സംസാരിക്കാനാ? നീയൊക്കെ സംസാരിച്ചാലും അത്രേ സംസാരിക്കുന്ന ആർക്കറിയാം? അംബാനിക്കറിയാം. അതുകൊണ്ട് അംബാനി കോൾസ് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്നിട്ട് എന്താ ചാർജ് ചെയ്തത്? ഡാറ്റ, നെറ്റ്വർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 2016 മുന്നേ, 2015, 2014, 2013 കാലഘട്ടത്തിൽ നമ്മൾ ഒരു ദിവസം എത്ര MB റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾക്കറിയാം. ഞാൻ പറയാം. ഞാനൊക്കെ ഉണ്ടല്ലോ മറ്റേ 15 രൂപയുടെ കൂപ്പൺ കിട്ടും. മറ്റേ സ്ക്രാച്ച് ചെയ്ത് റീചാർജ് ചെയ്യും. 35 MB കിട്ടും. 15 രൂപയുടെ റീചാർജ്. 90 MBക്ക് 29 രൂപ. ശരിയാ? 29 രൂപ റീചാർജ്, അതായത് 29 രൂപ റീചാർജ് നമുക്ക് 90 MB, 100 MB പോലും അല്ല, 90 MB കിട്ടുന്നത്. ആ 90 MB നമ്മൾ 3 ദിവസം 4 ദിവസം ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയല്ലടാ? 4 നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ? യെസ്. പക്ഷെ ഇന്ന് ഇതേ നമ്മള് അന്ന് 90 MB 4 ദിവസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേ നമ്മള് ഇന്ന് എത്ര MB യൂസ് ചെയ്യുന്നത്? MB ആണ്. ഇപ്പൊ നമ്മൾ GB യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ ഫോണിൽ ഒരു ദിവസം 3 GB പെർ ഡേ 3 GB റീചാർജ് ഞാൻ ചെയ്തത്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് മെസ്സേജ് വരും, 90% ഓഫ് യുവർ ഡാറ്റ ഹാസ് ബീൻ കൺസ്യൂം. പിന്നെ തുറന്നു കറങ്ങാൻ വേണ്ടിയിട്ട്. അതായത് പണ്ട് 90 MB 3 ദിവസം ഉപയോഗിക്കുന്ന നമ്മള് ഇന്ന് ഒരു ദിവസം നമുക്ക് 3 GB യൂസ് ചെയ്താലും മതിയാവുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ വൈഫൈ കണക്ട് ചെയ്ത് പിന്നെ എന്നിട്ട് ഉപയോഗിക്കും. ഈ ബുദ്ധി ആർക്കുണ്ട്? അംബാനിക്കുണ്ട്. അംബാനി ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി എന്താടാ? കോൾസ് ഫ്രീ ആക്കി കൊടുത്തു, ഡാറ്റ ചാർജ് ചെയ്തു. കാരണം അംബാനിക്കറിയാം നമ്മൾ സംസാരിച്ചാലും അത്രയേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ നെറ്റ് നമുക്ക് ആരും വേണ്ട, ഒരാള് പോലും വേണ്ട. ഒറ്റക്ക് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോണില് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയല്ലടാ? ഇപ്പൊ തന്നെ നിങ്ങൾ ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ നെറ്റ് ഉള്ളത് കൊണ്ടല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടല്ലേ? അല്ലേ? യെസ്. ഇതാണ് ജിയോ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി. ജിയോ മാർക്കറ്റ് ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടി ജിയോ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജിയാണ്. എന്താണ് ജിയോ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി? കോൾസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. എന്തിനാ ചാർജ് ചെയ്തത്? ഡാറ്റയാണ് ചാർജ് ചെയ്തത്. മനസ്സിലായോടാ? യെസ്. ജിയോ സിനിമ കഴിഞ്ഞടാ. ലാസ്റ്റ് എക്സാമ്പിൾ. ഞാൻ പറയാറുണ്ട്, എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് എഴുതേണ്ടി വരും. ഞാൻ എഴുതിയതൊക്കെ നിങ്ങൾ എഴുതണം. നിങ്ങളൊക്കെ നോട്ട്. ഞാൻ എന്തൊക്കെയാണോ എന്റെ ബോർഡിൽ എഴുതുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അല്ലെങ്കിൽ അനുഭവിക്കും. ഞാൻ അത്രയും പറയത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കാം. എടാ ജിയോ സിനിമ എങ്ങനെയാടാ? ലാസ്റ്റ് എക്സാമ്പിൾ. ഇനി ഞാൻ എക്സാമ്പിൾ പറയുന്നത് നിർത്തി. ഇനി ഞാൻ പറയത്തില്ല. ഓക്കെ. ജിയോ സിനിമ എങ്ങനെയാണ് മാർക്കറ്റ് പിടിച്ചത്? എടാ അംബാനിക്ക് ഒരുപാട് പൈസ ഉണ്ട്. ഈ ഒരുപാട് പൈസ ഉള്ള ആൾക്കാർക്കുണ്ടല്ലോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിയോ? പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എടുത്തു.
ഓക്കെ. അപ്പൊ അംബാനി ഇങ്ങനെ ആലോചിച്ചു ഇനി ഏത് ബിസിനസ്സിലാണ് ഇറങ്ങേണ്ടത്. അപ്പൊ നോക്കുമ്പോഴുണ്ട് അപ്പുറത്ത് OTT പ്ലാറ്റ്ഫോംസിന്റെ വളർച്ച ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. OTT പ്ലാറ്റ്ഫോംസ്, ആമസോൺ പ്രൈം പൈസ ഉണ്ടാക്കുന്നു, നെറ്റ്ഫ്ലിക്സ് പൈസ ഉണ്ടാക്കുന്നു, ഹോട്ട്സ്റ്റാർ പൈസ ഉണ്ടാക്കുന്നു. അംബാനി വിചാരിച്ചു ഇങ്ങനെ ഇവന്മാര് പൈസ ഉണ്ടാക്കണ്ട, ഞാനും ഇറങ്ങുന്ന ആ ബിസിനസ്സിൽ ജിയോ സിനിമ എന്ന് പറഞ്ഞിട്ട് OTT പ്ലാറ്റ്ഫോം ഇറക്കി. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ? ടെന്നെ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ? ടെന്നെ നമ്മളെല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ IPL കാണാനും ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് കാണാനും ശരിയല്ലടാ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് കാണാൻ നമ്മൾ ഈ ആപ്പാണ് യൂസ് ചെയ്തത് അല്ലേ? യെസ്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താ അറിയോ? ഈ ജിയോ സിനിമ ഈ IPLന്റെ 5 വർഷത്തെ ഞാൻ ശ്രദ്ധിക്കണേ 5 വർഷത്തെ ടെലികാസ്റ്റിംഗ് റൈറ്റിന് വേണ്ടിയിട്ട് ജിയോ സിനിമ IPLന്റെ മൊബൈൽ OTT പ്ലാറ്റ്ഫോമിന്റെ ടെലികാസ്റ്റിംഗ് റൈറ്റ് 5 വർഷത്തെ 5 ഇയേഴ്സ് ടെലികാസ്റ്റിംഗ് റൈറ്റിന് വേണ്ടിയിട്ട് എത്ര പൈസ കൊടുത്തതെന്ന് അറിയോ? 23,758 crore rupees. 23,758 കോടി രൂപ. അതായത് ഡിവൈഡ് ബൈ 5 ആക്കിൽ ഓൾമോസ്റ്റ് ഒരു വർഷം നമുക്ക് 4,000 ചില്ലറ കോടി വരും. 4,000 ചില്ലറ കോടി ഒരു വർഷം IPL OTT പ്ലാറ്റ്ഫോമിൽ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി അംബാനി മുടക്കുന്നത് 4,000 കോടിയാണ്. ആ 5 വർഷത്തിൽ ആദ്യത്തെ വർഷം അംബാനി ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ശരിയല്ലടാ? കഴിഞ്ഞ വർഷം നമ്മൾ IPL ഫ്രീ ആയിട്ടല്ലേ കണ്ടത്? യെസ്. അപ്പൊ നമ്മൾ വിചാരിക്കും അംബാനി എന്താ പൊട്ടനാണോ എന്ന് അല്ലെ? അംബാനി എന്താ പൊട്ടനാ? അംബാനി നീ എന്താ പൊട്ടനാ? ലോക പൊട്ടനാ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അംബാനി അല്ല മക്കളെ പൊട്ടൻ, നമ്മളാണ് പൊട്ടന്മാർ. വി ആർ പൊട്ടൻസ്. അംബാനി അല്ല പൊട്ടൻ. അംബാനി എന്താ ചെയ്തതെന്നറിയോ? ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കാണുന്നത് എവിടെയാ? TV-യിലാണോ മൊബൈലാണോ? TV-യിലാണ് അല്ലെ? TV-യിൽ IPL ടെലികാസ്റ്റ് ചെയ്യുന്ന റൈറ്റ് എടുത്തിട്ടുള്ള സ്റ്റാർ എന്ന് പറഞ്ഞ ചാനലാണ്. ഏതാണ്? സ്റ്റാർ എന്ന് പറഞ്ഞ ചാനലാണ് IPL ടെലികാസ്റ്റിംഗ് റൈറ്റ് എടുത്തത്. ഈ ചാനലിനെ പിടിച്ചെന്ത് ചെയ്തു? പെയ്ഡ് പാക്സിൽ ഇട്ടു. ഈ ചാനൽ ഫ്രീ ആയിരുന്നുവെങ്കിൽ ഈ ചാനലൊക്കെ പിടിച്ച് പെയ്ഡ് പാക്സിൽ ഇട്ടു. കാരണം എല്ലാ D2H ചാനൽസിന്റെ കമ്പനീസിന്റെ പാരന്റ് കമ്പനീസിനകത്ത് നമ്മുടെ അംബാനിക്ക് എന്തുണ്ട്? ഇക്വിറ്റി ഉണ്ടായിരുന്നു. സോ അംബാനിക്ക് അവിടെ എന്തുണ്ട്? ഒരു വോയിസ് ഉണ്ട്. അംബാനി ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്റ്റാർ ചാനൽ ഫ്രീ ആയിട്ടുള്ള ഈ സ്റ്റാർ ചാനലൊക്കെ പിടിച്ച് എന്ത് ചെയ്തു? പെയ്ഡ് ചാനൽസ് ആക്കി. എന്നിട്ട് ജിയോ സിനിമ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പൊ ഒരു ശരാശരി ഇന്ത്യക്കാരൻ എന്താ ചിന്തിക്കുക? അതായത് സ്റ്റാർ ചാനൽ നമുക്ക് IPL കാണണമെങ്കിൽ ഒരു മാസത്തേക്ക് 21 രൂപ കൊടുക്കണം. 21 rupees. ഈ 21 രൂപ കൊടുക്കാൻ മടിയുള്ള ഇന്ത്യക്കാരൻ ചിന്തിച്ചോ, ഏതായാലും എന്റെ ഫോണിൽ 2 GB ഡാറ്റ എല്ലാ ദിവസവും ഉണ്ട്, ഞാൻ എന്തിനാ വെറുതെ 21 രൂപ റീചാർജ് ചെയ്യേണ്ട ആവശ്യം? എനിക്ക് ജിയോ സിനിമ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്താല് ഫ്രീ ആയിട്ട് കളി കാണാലോ, എന്തിനാ വെറുതെ ഞാൻ 21 രൂപ റീചാർജ് ചെയ്യേണ്ടത്? ഇതുപോലെ മണ്ടന്മാരായ കുറെ IPL ഭ്രാന്തന്മാർ ജിയോ സിനിമ ഡൗൺലോഡ് ചെയ്തു. അതിലൊരു ഭ്രാന്തനാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരുന്ന ക്ലാസ് എടുത്ത് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഡൗൺലോഡ് ചെയ്തു. ഞാനും എന്ത് ചെയ്തു? ഡൗൺലോഡ് ചെയ്തു. ഏത്? ജിയോ സിനിമ. എന്തിനാ വെറുതെ 21 റുപ്യക്ക് റീചാർജ് ചെയ്യേണ്ടത്? ഫ്രീ ആയിട്ടല്ലേ? എന്തായാലും എന്റെ ഫോണിൽ 3 GB ഡാറ്റ പെർ ഡേ ഉണ്ട്. എന്തിനാ ഞാൻ വെറുതെ 21 രൂപ വെച്ച് കളയേണ്ടത്? മാസത്തിലാണ് 21 രൂപ, ഒരു ദിവസമല്ല, മാസത്തിലാണ് 21 രൂപ. എന്നിട്ട് ഞാൻ കളി കാണാൻ തുടങ്ങി. കളി കണ്ട് പകുതി ആകുമ്പോഴേക്കും, കാരണം ഇതിന്റെ സ്ട്രീമിംഗ് ഹൈ ക്വാളിറ്റി ആയിരുന്നു, അപ്പൊ ഒരു ദിവസം ഒരു കളി കാണണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 5 GB വേണം. ഇനി ഏറ്റവും കുറഞ്ഞ റെസൊല്യൂഷനിൽ വെച്ചാൽ 3 GB വേണം. എന്റെ ഫോണിന്റെ നെറ്റ് തീർന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ബൂസ്റ്റർ പാക്ക് വെച്ച് റീചാർജ് ചെയ്തു. ആ സമയത്ത് ജിയോ ബൂസ്റ്റർ പാക്ക് ഓഫർ കൊടുത്തു. IPL ബൂസ്റ്റർ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 50 രൂപക്ക് റീചാർജ് ചെയ്താൽ 50 GB എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബൂസ്റ്റർ പാക്ക് ഇഷ്യൂ ചെയ്തു. ഈ ബൂസ്റ്റർ പാക്ക് മാത്രം ഞാൻ ഒരു ഏറ്റവും കുറഞ്ഞ 300 റുപ്യക്ക് ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട്. IPLന്റെ സീസൺ മൊത്തം കണ്ടു തീർക്കാൻ വേണ്ടിട്ട് 21 രൂപ ചെലവാക്കാൻ മടിച്ച ഞാൻ, ശ്രദ്ധിക്കണം, 21 രൂപ കേവലം 21 rupees മാസത്തിൽ ചെലവാക്കാൻ മടിച്ച ഞാൻ IPLന്റെ ബൂസ്റ്റർ പാക്ക് ഞാൻ റീചാർജ് ചെയ്ത് 300 റുപ്യക്കാണ്. ഇപ്പൊ പറ, ആരാ പൊട്ടൻ? ഞാനാണോ പൊട്ടൻ? അത് അംബാനിയാണോ പൊട്ടൻ? പറ, ആരാ പൊട്ടൻ? നമ്മളാണോ പൊട്ടൻ? അംബാനിയാണോ പൊട്ടൻ? നമ്മളാണോ പൊട്ടൻ? അംബാനി ഓരോ കസ്റ്റമറെ കൊണ്ട് ബൂസ്റ്റർ പാക്ക് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രാറ്റജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് ഇറങ്ങാം. സ്ട്രാറ്റജി കോൺസെപ്റ്റ്. ഇനി നമുക്ക് സ്ട്രാറ്റജി. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? സത്യസന്ധമായിട്ട് പറയണേ, ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇത്രയും എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്, സ്ട്രാറ്റജി എന്താണ് എന്നതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? ടെൽ മീ. ഹലോ, പറ. യെസ് സർ, കിട്ടി സർ. യെസ് സർ, യെസ്. അപ്പൊ എന്താണ് സ്ട്രാറ്റജി? നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ എഴുതി നോക്കാം. സ്ട്രാറ്റജി. എന്റെ കൂടെ തന്നെ നിങ്ങളും എഴുതണം. സ്ട്രാറ്റജി എന്നാൽ എന്താണ്? നമുക്ക് എക്സാമിന് ചോദിച്ചാൽ നമുക്ക് മിനിമം എത്ര പോയിന്റ് എഴുതാം? ഒരു 4 പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും. സോ സ്ട്രാറ്റജി എന്നാൽ എന്താണ് നമുക്ക് നോക്കാലോ.
സ്ട്രാറ്റജി ഒരു ഗെയിം പ്ലാൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇറ്റ്സ് എ ഗെയിം പ്ലാൻ. ആരാ ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത്? ബിസിനസ്സിലെ മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ്. ശരിയല്ല, ഒരു ബിസിനസ്സിലെ മാനേജ്മെന്റ് അല്ല സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തത്. യെസ്. അപ്പൊ ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ദാറ്റ് ദ മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ് യൂസ്. എന്തിനു വേണ്ടിച്ച്? ടു ടേക്ക് എ മാർക്കറ്റ് പൊസിഷൻ. നമ്മൾ കണ്ടു ഇപ്പം ജിയോ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി എന്താ ചെയ്തത്? ഫ്രീ ആയിട്ട് കൊടുത്തു. സോ ജിയോ എന്തിനാ സ്ട്രാറ്റജി എടുത്തത്? ടു ടേക്ക് എ മാർക്കറ്റ് ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അവിടെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിട്ട്, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിട്ട്, ആൻഡ് ടു അച്ചീവ് ദിയർ ഒബ്ജക്റ്റീവ്സ്. സർ എന്തൊക്കെയാണ് സർ പറഞ്ഞത്? മാർക്കറ്റ് ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അവിടെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിട്ട്, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിട്ട്, ആൻഡ് ടു അച്ചീവ് ദിയർ ഒബ്ജക്റ്റീവ്. സോ പോയിന്റ് നമ്പർ 1 എന്താടാ? പറഞ്ഞേ. പോയിന്റ് നമ്പർ 1 എന്താണ്? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ. എന്തിനു വേണ്ടി ഈ ഗെയിം പ്ലാൻ? ടു ടേക്ക് പോക്കോ. എന്താണ് മക്കളെ പോക്കോ? എന്താ മക്കളെ പോക്കോ എന്ന് വെച്ചാൽ എന്താണ്? ടു ടേക്ക് മാർക്കറ്റ്. പി ഫോർ പൊസിഷൻ, ഓ ഫോർ ഓപ്പറേഷൻ, സി ഫോർ എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഓ ഫോർ ഒബ്ജക്റ്റീവ്. അവിടെ എഴുതി വെക്ക. P for position, O for operations, C for customer satisfaction, O for objective. സോ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലടാ. എന്താ സ്ട്രാറ്റജി? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ. നമ്മൾ ആകെ പറഞ്ഞു നമുക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഗെയിം പ്ലാൻ. ഇറ്റ്സ് എ ഗെയിം പ്ലാൻ. എന്തിനു വേണ്ടിയുള്ള ഗെയിം പ്ലാൻ? മാർക്കറ്റ് ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടി, എന്റെ ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി, എന്റെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടി, എന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി. സോ പോക്കോ ഇസ് ദ കീവേഡ്. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോ? സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലായോ? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് പോക്കോ. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലടാ? യെസ് സർ. സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് പോടാം. സ്ട്രാറ്റജി ഈസ് എ യൂണിഫൈഡ് ഡിസൈൻ ആൻഡ് ആക്ഷൻ. എന്താണ് സർ യൂണിഫൈഡ് ഡിസൈൻ ആൻഡ് ആക്ഷൻ? ടു അച്ചീവ് യുവർ ഗോൾ. എടാ ഇതല്ലേ നമ്മൾ ആദ്യം പറയുന്നത്? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾ. അല്ലെ? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾ. അത് തന്നെ അവിടെ പറഞ്ഞത്. ജസ്റ്റ് കുറച്ച് വേർഡ്സ് മാറ്റി. യൂണിഫൈഡ് ഡിസൈൻ ആൻഡ് ആക്ഷൻ. ഇറ്റ്സ് ആൻ ആക്ഷൻ. എടാ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജസ്റ്റ് പ്ലാൻ ആണോ? അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? അത് പ്ലാൻ ആക്കി വെച്ചാൽ മതിയോ? ഇല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മൾ ആക്ഷനിൽ കൺവേർട്ട് ചെയ്യണം. പ്ലാൻ ആക്കി. ഇപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി SM എനിക്ക് നല്ല മാർക്ക് വേണം, സഞ്ജയ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കി വെച്ചു. അത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലെ അത് ആക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ സ്ട്രാറ്റജി ഇസ് എ യൂണിഫൈഡ് ഡിസൈൻ ആൻഡ് ആക്ഷൻ. ഇറ്റ്സ് എ യൂണിഫൈഡ് ഡിസൈൻ ആൻഡ് ആക്ഷൻ. എന്തിനു വേണ്ടിയിട്ട്? ടു achieve goal, to gain a command over the situation. എന്താ മക്കളെ command over the situation എന്ന് വെച്ചാൽ? command over the situation. I should have the command over the situation. See, ഒരു ക്ലാസ്സിൽ faculty is having the command over the situation. faculty പറയുന്നത് വേണം കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ട്. I am having the command over the situation. ശരിയല്ലേ? yes. അതേപോലെ തന്നെ ടു ഹാവ് an advantageous position. സർ ഒന്നുകൂടി പറയൂ സർ. എടാ സിമ്പിൾ ആടാ, ഒന്നുമില്ല. എന്താ നമ്മൾ അവിടെ ഉപയോഗിച്ച കീവേഡ്? യൂണിഫൈഡ് ഡിസൈൻ. യൂണിഫൈഡ് ഡിസൈൻ ആൻഡ് ആക്ഷൻ. എന്തിനു വേണ്ടിട്ട്? GCA. എന്താണ് GCA? ടു അച്ചീവ് യുവർ ഗോൾ. ടു ഹാവ് എ കമാൻഡ്. എന്താണ് കമാൻഡ്? ടു ഗെയിൻ കമാൻഡ് ഓവർ ദ സിറ്റുവേഷൻ. ടു ഹാവ് an advantageous position. മനസ്സിലായടാ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? എടാ എന്തിനാണ് നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത്? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട്, സിറ്റുവേഷൻ കൺട്രോൾ ആക്കാൻ വേണ്ടിട്ട്, സിറ്റുവേഷൻ എന്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിട്ട്, സിറ്റുവേഷൻ കൺട്രോൾ ആക്കാൻ വേണ്ടി നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. എനിക്ക് അഡ്വാൻറ്റേജസ് പൊസിഷൻ, എനിക്കൊരു മെച്ചപ്പെട്ട നിലയിൽ എത്താൻ വേണ്ടിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ചെറിയ ചെറിയ കീവേഡ്സ്. നമ്മളിത് റിവൈസ് ചെയ്യും. ഒരുപാട് തവണ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ നാളെ എത്തും. ഓക്കെ. സോ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? പോക്കോ. എന്താ മക്കളെ പോക്കോ? പൊസിഷൻ, ഓപ്പറേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഒബ്ജക്റ്റീവ്. ഇപ്പൊ എന്താ പറയുക? GCA എന്താണ്? ഗോൾ, കമാൻഡ് ഓവർ ദ സിറ്റുവേഷൻ, അഡ്വാൻറ്റേജസ് പൊസിഷൻ. എടാ ഞാൻ ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അനുഭവിക്കും. ഓക്കെ ആണോടാ? യെസ്. നമ്മുടെ തേർഡ് പോയിന്റ്. Strategy is a long-range blueprint. And action, okay. It's a long-range blueprint of the organization. Sir, എന്താ സാർ ബ്ലൂപ്രിന്റ് എന്ന് പറഞ്ഞാല്? ഞാൻ ഒരു പടത്തിലുണ്ടല്ലോ, നമ്മുടെ ഒരു നടന് ഈ ടേബിളിന്റെ അടിയിൽ പോയിട്ട് ബ്ലൂ പ്രിന്റ് കാണുന്ന ഒരു പടം കണ്ടിട്ടുണ്ട്. ഏത് പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കമന്റ് ചെയ്തേക്ക്.
ഒരു ചേട്ടന് സിനിമ നടൻ, തമിഴ് സിനിമ, തമിഴ് സിനിമയിലെ നടൻ ആ ജയിലിൽ നിന്ന് ഒരു കള്ളൻ ഒളിച്ചോടി പോകും. കള്ളൻ ജയിലിൽ ചാടും. അപ്പൊ പോലീസുകാർ വന്നിട്ട് ഈ നടനോട് പറയും, കള്ളൻ ജയിൽ ചാടി, ഒന്ന് സഹായിക്കണം. അപ്പോഴേക്കും നടൻ കുഞ്ഞ ടേബിളിന്റെ അടിയിൽ നോക്കും. എനിക്ക് ടേബിളിന്റെ അടിയിൽ പൊടി മാത്രമേ കാണൂ, പക്ഷെ ആ നടന്റെ ടേബിളിന്റെ അടിയിൽ ഒരു ബ്ലൂ പ്രിന്റ് കാണും. ഓർക്കുന്നുണ്ടോ സിനിമ? ഓർക്കുന്നുണ്ടോ സിനിമ? ഏതാ സിനിമ? പറ, ഏതാ സിനിമ? വേം പറ, വേം പറ, പെട്ടെന്ന് പറ. കത്തി, ശരിയല്ലേ? കത്തി അല്ലേ? സോ എന്താ ബ്ലൂ പ്രിന്റ് എന്ന് വെച്ചാല്? എന്താ ബ്ലൂ പ്രിന്റ് എന്ന് വെച്ചാൽ, എടാ നമ്മുടെ വീടൊക്കെ കെട്ടുന്ന മുന്നേ എനിക്കിപ്പോ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണം. എനിക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന മുന്നേ എനിക്ക് വീടിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടില്ലേ? എനിക്ക് വീടിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടില്ലേ? ശരിയല്ലടാ? ബ്ലൂ പ്രിന്റ് കിട്ടില്ലേ? യെസ്. അപ്പൊ അതായത് എന്റെ വീട് കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതല്ലേ ബ്ലൂ പ്രിന്റ്? എന്റെ വീട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ബ്ലൂ പ്രിന്റ് പോലെ ഇരിക്കും. അതല്ലേടാ ബ്ലൂ പ്രിന്റ്? അതല്ലേടാ ബ്ലൂ പ്രിന്റ്? ശരിയല്ലടാ ഞാൻ പറഞ്ഞത്? യെസ്. അപ്പൊ എന്റെ ഓർഗനൈസേഷൻ ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അതാണ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ എന്റെ ഓർഗനൈസേഷൻ ഇങ്ങനെയായി തീരും. സോ സ്ട്രാറ്റജി ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്റെ കമ്പനി ഭാവിയിൽ ഇങ്ങനെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരും. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണം. എടാ ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ. എന്റെ വാക്കുകൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കണേ. എന്റെ കമ്പനി ഭാവിയിൽ ഇങ്ങനെ ആയിത്തീരണം. അങ്ങനെ തീരും. ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണം. സോ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് എന്റെ കമ്പനിയുടെ ബ്ലൂ പ്രിന്റ് ഇപ്പോഴേ കാണാൻ പറ്റും. ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ എന്റെ കമ്പനിയുടെ ഫ്യൂച്ചർ എനിക്ക് ഇപ്പോഴേ കാണാൻ പറ്റും. ഇറ്റ്സ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ്. DDD. എന്താ DDD? DDD. എന്താ DDD? നോക്കിയേ. ഡിസൈർഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. എന്താണ് ഡിസൈർഡ് ഇമേജ് എന്ന് പറഞ്ഞാല്? എന്റെ ഡിസൈർഡ് ഇമേജ് ഇങ്ങനെയാണ്. വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി. എനിക്ക് എന്തായി തീരണം? എനിക്ക് എന്തായി തീരണം? എടാ നിങ്ങൾക്ക് എന്തായി തീരണം ഭാവിയിൽ? പറ, കമന്റ് ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് എന്തായി തീരണം ഭാവിയിൽ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്ന് ആഗ്രഹമില്ലേ? സോ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ വേണ്ടി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ആണെന്ത്? നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളുടെ ചാർട്ട്, നിങ്ങളുടെ ഡിസൈർഡ് ഇമേജ്. നിങ്ങൾക്ക് എന്തായി തീരണം? എന്തായി തീരണം? എന്തായി തീരണം? എന്തായി തീരണം? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിത്തീരണം. അതിനുവേണ്ടി നിങ്ങൾ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ ആണത് സ്ട്രാറ്റജി. സോ ഇറ്റ് ഈസ് ഇവിടെ നോക്കി മക്കളെ, ഇവിടെ നോക്കി മക്കളെ, ഇവിടെ നോക്കി. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച്, ഇറ്റ്സ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ്. ഇറ്റ്സ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ് ഓഫ് ഓർഗനൈസേഷൻസ്. DDD. എന്താ DDD? ഡിസൈർഡ് ഇമേജ്. ഡിസൈർഡ് ഇമേജ്. ഡിസൈർഡ് ഇമേജ് എന്ന് വെച്ചാൽ എന്താടാ? വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി. എനിക്ക് എന്തായി തീരണം? എനിക്ക് ഭാവിയിൽ എന്തായി തീരണം? വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി. അർത്ഥം എന്താണ്? ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു. വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു. എന്താ ഉദ്ദേശിക്കുന്നത്? എടാ എനിക്ക് ഭാവിയിൽ അങ്ങനെ ആയിത്തീരണം. എനിക്ക് ഭാവിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം. അതിന് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഡയറക്ഷൻ. എടാ എനിക്ക് ഭാവിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതിന് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു. എന്റെ ഡിസൈർഡ് ഇമേജ് അങ്ങനെയാണ്. അതിന് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? അതിന് നല്ലൊരു ഡയറക്ഷൻ എടുക്കണം. അതാണ് വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു. അടുത്ത ഡെസ്റ്റിനേഷൻ. എന്താണ്? ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ. എന്താ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ? വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. അത് ഞാൻ എവിടെ പോകണം? വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. മനസ്സിലാവുന്നുണ്ടോടാ? മനസ്സിലാവുന്നുണ്ടോടാ? എടാ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? സോ എന്താണ് പറഞ്ഞത്? സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ് ഓഫ് ഓർഗനൈസേഷൻ. DDD. എന്താ DDD? ഡിസൈർഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസിഷൻ. എടാ റിപ്പീറ്റ് ചെയ്ത്. ഇറ്റ്സ് എ തിയറി സബ്ജക്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് that you should be able to SMO ഓഡിറ്റ് അതിലെ കീവേഡ്സ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ കീവേഡ്സ് ഒക്കെ POCO, GCA, DDD എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത്. സോ അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതെന്താവും? നമ്മുടെ നാമത്തുമ്പത്ത് വരും. സോ എന്താ പറഞ്ഞത് ഇവിടെ? ഇറ്റ്സ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ് ഓഫ് ഓർഗനൈസേഷൻ. DDD. എന്താ DDD? ഡിസൈർഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. ഡിസൈർഡ് ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി. ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ, യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. എടാ കഴിഞ്ഞില്ലടാ, ഒരു പോയിന്റ് കൂടി ഉണ്ടടാ. ഈ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്ക് SWOT അല്ലടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കല്ലേ ഈ SWOT അനാലിസിസ് കേട്ടിട്ടുള്ളതല്ലേ? എന്താ SWOT സർ? SWOT വളരെ സിമ്പിൾ അല്ലേ സർ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി. ശരിയല്ലേ? T എന്താണ്? ഞാൻ മറന്നുപോയി. നിങ്ങൾ പറ T എന്താ? ത്രെറ്റ് അല്ലേ? ത്രെറ്റ്. കറക്റ്റ്. എന്താണ് T? ത്രെറ്റ്. കറക്റ്റ്. എന്താ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. ഇതില് ഈ 4 2 അകത്തുള്ളതും 2 പുറത്തുള്ളതും. ഏതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്?
ഇത് രണ്ടും നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സും ഇത് രണ്ടും നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ശരിയല്ലടാ? ശരിയല്ലേ? നമ്മൾ എപ്പോഴൊക്കെ ബിസിനസ്സിൽ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ നമ്മൾ SWOT അനാലിസിസ് എടുത്തിട്ടുണ്ട്. ബിസിനസ്സിൽ മാത്രമല്ല ലൈഫിൽ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ SWOT അനാലിസിസ് ചെയ്തിട്ടുണ്ട്. സർ, നിങ്ങൾ SWOT അനാലിസിസ് എടുത്തിട്ടുണ്ടോ? പറഞ്ഞ നിങ്ങൾ എപ്പോഴെങ്കിലും SWOT അനാലിസിസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ CA എന്ന കോഴ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ SWOT അനാലിസിസ് ചെയ്തിട്ടുണ്ട്. CAയിലേക്ക് വരുന്ന മുന്നേ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടില്ല? CAയുടെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടില്ലടാ? യെസ്, CA പാസ്സായാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ചുമ്മാ ഒപ്പിട്ടുള്ള പൈസ, പൈസ ഹേ തോ പൈസ ഹേ, അല്ലെ? ചുമ്മാ ഒപ്പിട്ടാൽ മതി, പൈസ ഇങ്ങനെ വരും. കാസ്, പണം, ദുഡ്, മണി മണി, അല്ലെ? നിങ്ങൾ വിചാരിച്ചില്ല? ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കിയിട്ടില്ലേ? നോക്കിയിട്ടില്ലടാ? പറയടാ, കമന്റ് ചെയ്യടാ. സ്പോട്ടിൽ ടക് 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 കമന്റ്. ശരിയല്ലേ? യെസ്, നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടുണ്ട്. ശരിയല്ലേ? യെസ് സർ. ത്രെഡ് നോക്കിയിട്ടില്ലേ? CA പാസ്സാവൂല. 3% ടഫാണ് സിലബസ്. ത്രെഡ് അല്ലേ? യെസ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ചു. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഐ റിപ്പീറ്റ് ദ കീവേഡ്. നിങ്ങൾക്ക് കുറെ വീക്ക്നെസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അല്ലടാ? എന്നിട്ടല്ലേ നിങ്ങൾ CA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CA ഡയറക്ടർ നിങ്ങൾ ജോയിൻ ചെയ്തത്? ശരിയല്ലടാ? യെസ്. ഇതുപോലെ തന്നെ SWOTന്റെ സ്ട്രെങ്തിനെ നമ്മൾ എന്ത് ചെയ്യണത്? SWOTന്റെ സ്ട്രെങ്ത് നമ്മൾ മേക്ക് ഫുൾ യൂസ്. എന്താണ് മേക്ക് ഫുൾ യൂസ്? എന്റെ ആക്ഷൻ നോക്കി സ്ട്രെങ്ത്. എന്റെ സ്ട്രെങ്ത് ഞാൻ എന്താണ്? ഐ വിൽ മേക്ക് ഫുൾ യൂസ് ഓഫ് സ്ട്രെങ്ത്. എന്താണ്? മേക്ക് ഫുൾ യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് സ്ട്രെങ്ത്. എന്റെ റിസോഴ്സസും സ്ട്രെങ്ത്തും ഞാൻ എന്ത് ചെയ്യണം? ഫുൾ യൂസ് ചെയ്യണം. എന്റെ പരമാവധി കഴിവുകൾ മാക്സിമം ഞാൻ യൂസ് ചെയ്യണം. Make full use of your resources. എന്റെ വീക്ക്നെസ് എന്താ ചെയ്യുന്നത്? ഓഫ്സെറ്റ്, കുറയ്ക്കണം. I should overcome my weakness. I have to offset my corporate weakness. നമ്മൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ആണോ ചിന്തിക്കുന്നത്? സോ കോർപ്പറേറ്റ് വീക്ക്നെസ്. ശ്രദ്ധിക്കടാ. വീക്ക്നെസ്സിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? കുറയ്ക്കണം. നമ്മൾ വീക്ക്നെസ് എന്താ ചെയ്യുന്നത്? കുറയ്ക്കണം. we have to offset the corporate weakness. Opportunities പുറത്താണുള്ളത്, അകത്താണുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് അല്ല, ഓപ്പർച്യൂണിറ്റി പുറത്തുള്ളത്. എടാ ഞാൻ ചോദിക്കട്ടെ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും, അത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി തേടി പോകണം? വി ഹാവ് ടു സെർച്ച് ദ ഓപ്പർച്യൂണിറ്റീസ്. ഒരിക്കലും നിങ്ങളെ തേടി വരില്ല, നമ്മൾ അങ്ങോട്ട് പോകണം ഓപ്പർച്യൂണിറ്റീസ് തേടിയിട്ട്. വി ഹാവ് ടു സെർച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ്. വൺസ് യു സെർച്ച്, നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണും. ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് CAയിലേക്ക് പോകാം, CMA ചെയ്യാം, ACCA ചെയ്യാം, CPA ചെയ്യാം, വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഏതാണ് സെലക്ട് ചെയ്തത്? നിങ്ങൾ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്തു, നിങ്ങളുടെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും സെർച്ച് ചെയ്തു. എന്നിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്തു? ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എടുത്തത്. ഏത്? ചാർട്ടേഡ് അക്കൗണ്ടൻസി. അതിനെ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇപ്പം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. എക്സ്പ്ലോയിറ്റ് നശിപ്പിക്കാൻ കേട്ടോ. മാക്സിമം നിങ്ങൾ അകത്ത് കയറിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കടാ. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അവിടുത്തെ എല്ലാ കീവേഡ്സ് നോക്കിയേ. SEEC. അതാണ് ഞാൻ പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടി, നമ്മൾ കാണണം. അതാണ് ഞാനിപ്പോ നാളെ മുതൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? C എന്ന് പറയുന്നത് സെർച്ച്, ഇവാലുവേറ്റ്, എക്സ്പ്ലോയിറ്റ്. സ്ട്രെങ്തിന് എന്താ ചെയ്യുന്നത്? മേക്ക് ഫുൾ യൂസ്. വീക്ക്നെസ്സിനെ ഓഫ്സെറ്റ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി സെർച്ച്, ഇവാലുവേറ്റ്, എക്സ്പ്ലോയിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തെന്താ? ത്രെട്ട്. എടാ, ഒരു ത്രെട്ട് വന്നാൽ നമ്മൾ പേടിച്ചോടാൻ പറ്റും. മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞില്ലേ, ഒരു ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ത്രെഡ്സ് ഉണ്ടാവും, ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. നമ്മൾ ഈ ത്രെഡ്സ് വരുമ്പോൾ അത് ഫേസ് ചെയ്യണോ, അത് പേടിച്ചു പോകണം? നമ്മുടെ ജീവിതത്തിൽ ത്രെഡ്സ് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം അല്ലെ? വി ഹാവ് ടു ഫേസ് ദ ത്രെഡ്. വി ഹാവ് ടു പെർസീവ് ആൻഡ് മീറ്റ് പൊട്ടൻഷ്യൽ ത്രെഡ്. വരാൻ പോകുന്ന എല്ലാ വെല്ലുവിളികളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫേസ് ചെയ്യണം. വി ഹാവ് ടു പെർസീവ് ആൻഡ് മീറ്റ് ദ പൊട്ടൻഷ്യൽ ത്രെഡ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? എടാ, നമ്മുടെ സ്ട്രെങ്തിന് എന്താ ചെയ്യുന്നത്? ഫുൾ യൂസ് ഓഫ് നമ്മുടെ കംപ്ലീഷൻ നമ്മൾ ഫുൾ യൂസ് ചെയ്യണം. വീക്ക്നെസ് നമ്മൾ കുറയ്ക്കണം. നമുക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്, നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ ഓവർകം. വി ഹാവ് ടു ഓഫ്സെറ്റ് ദ കോർപ്പറേറ്റ് വീക്ക്നെസ്. ഓപ്പർച്യൂണിറ്റി വി ഹാവ് ടു സെർച്ച്, ഇവാലുവേറ്റ്, എക്സ്പ്ലോയിറ്റ്. സി എന്താണ്? സെർച്ച്, ഇവാലുവേറ്റ്, എക്സ്പ്ലോയിറ്റ്. ത്രെഡിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ത്രെഡിനെ വി ഹാവ് ടു ഫേസ് ദ ത്രെഡ്, perceive and meet the potential threat. Are you guys able to understand the concept? Please comment in the chat box. മനസ്സിലാവുന്നുണ്ടോടാ? ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോടാ? നോക്കിയേ, നമ്മളിപ്പോ പഠിച്ച പോയിന്റ് നോക്കിയേ. ഇവിടെ കാണുന്നു നമ്മൾ പഠിച്ച പോയിന്റ് അല്ലേ? അതേ പോയിന്റ് അല്ലേ? വളരെ മാജിക് അല്ലേ? Strategy provides an integrated framework for the top management. Strategy provides an integrated framework for the top management to search, evaluate, exploit. എന്തായിരുന്നു നമ്മുടെ കീവേഡ്? C. ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യണത്?
സെർച്ച് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, എക്സ്പ്ലോയിറ്റ് ചെയ്യണം. നമ്മുടെ ത്രെഡിന് എന്താ ചെയ്യേണ്ടത്? ത്രെഡിന് എന്താ? വി ഹാവ് ടു ഫേസ് ദ ത്രെഡ് അല്ലെ, വി ഹാവ് ടു മീറ്റ് ദ ത്രെഡ്, പെർസീവ് ആൻഡ് മീറ്റ് ദ ത്രെഡ്. നമ്മുടെ സ്ട്രെങ്ത്തിന് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്ട്രെങ്ത്തിന് എന്താ ചെയ്യേണ്ടത്? മേക്ക് ഫുൾ യൂസ് ഓഫ് സ്ട്രെങ്ത് അല്ലെ, മേക്ക് ഫുൾ യൂസ് ഓഫ് സ്ട്രെങ്ത് അല്ലെ. വീക്ക്നെസ്സിന് എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഓഫ്സെറ്റ് ദ കോർപ്പറേറ്റ് വീക്ക്നെസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോടാ? സെറ്റ് ആണോ? സെറ്റ് ആണോ? കമന്റ് ചാറ്റ് ബോക്സ് സെറ്റ് അല്ല? ഫുൾ സെറ്റ്, സെറ്റ് അല്ലേ? യെസ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? വാട്ട് ഈസ് സ്ട്രാറ്റജി? ഒറ്റ ചോദ്യം നമ്മളിപ്പോ പഠിച്ചത്, ഒരൊറ്റ ചോദ്യം നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് സ്ട്രാറ്റജി? ഒരു എക്സാമിന് ഈ സ്ട്രാറ്റജി ചോദിച്ചാൽ ആര് ചോദിച്ചാൽ നമുക്ക് ഈ 4 പോയിന്റ് എഴുതാൻ പറ്റണം. എന്തൊക്കെയാ 4 പോയിന്റ്? ഇപ്പൊ നമ്മൾ 4 പോയിന്റിന്റെ ഷോർട്ട് ഫോം എഴുതാൻ വേണ്ടി പോവാണ്. സ്ട്രാറ്റജി 4 പോയിന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പോക്കോ, സെക്കൻഡ് വൺ GCA, തേർഡ് വൺ DDD, ഫോർത്ത് വൺ SWOT. ഇതായിരിക്കണം നമ്മുടെ ചാർട്ട് ബുക്ക്. നമുക്ക് ചാർട്ട് ബുക്കിനെ കുറിച്ച് പിന്നെ പറയാം, ഇപ്പൊ ഞാൻ പറയുന്നില്ല, സർപ്രൈസ് ആണ്. സോ ഇവിടെ നോക്കാം നമ്മുടെ സ്ട്രാറ്റജി. 4 പോയിന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പോക്കോ. പോക്കോ എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് പൊസിഷൻ, ഓപ്പർച്യൂണിറ്റീസ്, ഓപ്പറേഷൻസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഒബ്ജക്റ്റീവ്സ്. ഓർക്കുന്നുണ്ടോ? GCA എന്താ? GCA ഗോൾ. സി മറക്കലാണ്. കമാൻഡ് ഓവർ സിറ്റുവേഷൻ, അഡ്വാൻറ്റേജസ് പൊസിഷൻ. DDD ഡിസൈഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. SWOTന് നമ്മൾ എന്താ ചെയ്തത്? സ്ട്രെങ്ത്തിനെ ഫുൾ യൂസ് ചെയ്യുക, വീക്ക്നെസ്സിനെ ഓഫ്സെറ്റ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി സീ ചെയ്യുക, ത്രെറ്റിനെ ഫേസ് ചെയ്യുക. ഓക്കെ ആണോടാ? സെറ്റ് അല്ലടാ മക്കളെ? യെസ്. സോ നമ്മളിപ്പോ എന്താ പഠിച്ചത്? സ്ട്രാറ്റജി ആണ് നമ്മളിപ്പോ പഠിച്ചത്. എന്താ പഠിച്ചത് മക്കളെ? സ്ട്രാറ്റജി. സെറ്റ് അല്ലേ? സെറ്റ്. നമ്മൾ അങ്ങനെ സ്ട്രാറ്റജി പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മാനേജ്മെന്റ് ആണ്. എന്താ പഠിക്കാൻ വേണ്ടി പോകുന്നത്? മാനേജ്മെന്റ്. എടാ, എന്റെ ഓഫീസില് എന്റെ പുതിയൊരു സ്ഥാപനം സ്റ്റാർട്ട്, SPK ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്റെ പാർട്ട്ണർ ആയിട്ടുള്ള CA വിഷ്ണുപ്രിയാണ്. ഓക്കെ, അവിടെ ഞാനും ഉണ്ട്, CA സഞ്ജയ് പ്രഭു. അവിടെ എനിക്ക് സഹായിക്കാൻ വേണ്ടിട്ട് ഒരു 3-4 പേരുണ്ട്, ഒരു 3-4 സ്റ്റാഫ് ഉണ്ട്. 3-4 സ്റ്റാഫ് തൽക്കാലം ഞാൻ പേരെടുക്കുന്നു. ഒരാളുടെ പേര് A, മറ്റൊരാളുടെ പേര് B, മറ്റൊരാളുടെ പേര് C, 4 D. ഇവരൊക്കെയാണ് എന്റെ എംപ്ലോയീസ് ആണ്, എന്റെ സ്റ്റാഫ്സ് ആണ്, ഓക്കെ. ഇതില് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണുള്ളത് പറ. ഈ SPK ക്ലാസ്സിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ടെൽ മീ. ആരൊക്കെയായിരിക്കും SPK ക്ലാസ്സിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ആരൊക്കെയായിരിക്കും പറ? ആരൊക്കെയായിരിക്കും SPK ക്ലാസ്സിന്റെ മാനേജ്മെന്റ്? ആരൊക്കെയായിരിക്കും? ഒന്ന് വിഷ്ണുപ്രിയ, ഒന്ന് സഞ്ജയ് പ്രഭു. ശരിയല്ല? ഒന്ന് വിഷ്ണുപ്രിയ, ഒന്ന് സഞ്ജയ് പ്രഭു. ശരിയല്ല? യെസ്. ഇവർ മാനേജ്മെന്റ് ആണോ? അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മാനേജ്മെന്റ് ദ പീപ്പിൾ അല്ലെ, അവർ വ്യക്തികളാണ്. അവരെന്താണ്? വ്യക്തികളാണ്. ദ പീപ്പിൾ വിതിൻ ദ ഓർഗനൈസേഷൻ. എന്താണ്? ദ പീപ്പിൾ വിതിൻ ദ ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളാണ് അല്ലെ, പേഴ്സൺസ് ആവാം അല്ലെ, ദ പേഴ്സൺസ് ആവാം. ഓക്കെ. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CA കാരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനം ഇത്. നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റുഡൻസിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഇത്, ടൈം മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റ് വ്യക്തികളാണോ? നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ സഞ്ജയ് ആൻഡ് വിഷ്ണുപ്രിയ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA സഞ്ജയ് പ്രഭു ആൻഡ് CA വിഷ്ണുപ്രിയ ആർ മാനേജ്മെന്റ്. ഈ എക്സാമ്പിൾ ടൈം മാനേജ്മെന്റ് എന്ന വാക്കിലെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ, വ്യക്തികളാണോ? അല്ല, അതൊരു പ്രോസസ്സാണ് അല്ലെ, ഈ പ്രോസസ്സിനകത്ത് എന്തൊക്കെയാ വരിക? ഈ പ്രോസസ്സിനകത്ത് നമ്മൾ പ്ലാനിങ് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ടൈം മാനേജ്മെന്റിന് നമ്മൾ കൃത്യമായിട്ടും ഓർഗനൈസ് ചെയ്യണം കാര്യങ്ങൾ, നമ്മൾ കൃത്യമായിട്ടും ഡയറക്ഷൻ നൽകണം, നമ്മൾ കൃത്യമായിട്ടും സൂപ്പർവൈസ് ചെയ്യണം കാര്യങ്ങൾ, നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം. എടാ, നിങ്ങൾ പ്ലസ് ടുവില് CA കൊമേഴ്സ് ആണ്, CA കൊമേഴ്സ് ഒക്കെയാണ് പറഞ്ഞത്. +2 കൊമേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ശരിയല്ലടാ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? +2ലാണ് നിങ്ങൾ കൊമേഴ്സ് ആണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഫെമിലിയർ ആണ്. ശരിയല്ലേ? യെസ്. സോ മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുമാണ്, അവർ ചെയ്യുന്ന പ്രോസസ്സുമാണ്. എന്റെ കൈകൾ ശ്രദ്ധിക്കേ. മാനേജ്മെന്റ് വ്യക്തികളുമാണ്, പ്രോസസ്സുമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കമ്പനി, ഒരു ഫേമിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ എല്ലാ വ്യക്തികളും മാനേജ്മെന്റ് ആണോ? അല്ല. അല്ലെ? ഇപ്പൊ തന്നെ എന്റെ ഈ സ്ഥാപനത്തിലെ എല്ലാ വ്യക്തികളും മാനേജ്മെന്റ് ആണോ? അല്ല. ആരാണ് മാനേജ്മെന്റ്? ദ കീ പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ദ കീ പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകളുണ്ട്, അവരാണ് എന്ത്? മാനേജ്മെന്റ്.
ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് ആരുടെ മാനേജ്മെന്റ്. അവരാണ് ആര് മാനേജ്മെന്റ്. ദ കീ ഗ്രൂപ്പ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ദ കീ ഗ്രൂപ്പ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അവരാണ് ഞാൻ എന്ത് വിളിക്കുന്നത് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ചാർജ് ഓഫീസർ. എന്താ സാർ ഉദ്ദേശിച്ച ചാർജ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റണ്ണിംഗ് ദ ഓർഗനൈസേഷൻ. They are responsible for running the organization. They are responsible for running the organization. മനസ്സിലായോടാ? They are responsible for running the organization. So key group of people who are responsible for running the organization, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. The key group of people who are responsible for running the organization, അവരെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോടാ? യെസ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വ്യക്തികൾ മാത്രമാണോ? അല്ല, അതൊരു പ്രോസസ്സും കൂടിയാണ് അല്ലെ. നമ്മളിപ്പോ പഠിച്ചല്ലോ ടൈം മാനേജ്മെന്റ് അല്ലെ, അതൊരു പ്രോസസ്സും കൂടിയാണ് അല്ലെ. സോ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്സസ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്. എന്തിനാ ഇതൊക്കെ നമ്മൾ പ്രോസസ് ചെയ്യുന്നത്? ടു അറ്റൈൻ അവർ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു. എന്റെ സ്ഥാപനത്തിലെ മാനേജ്മെന്റിൽ ആരൊക്കെയാണുള്ളത്? ഞാനും എന്റെ പാർട്ണർ ആയിട്ടുള്ള വിഷ്ണുപ്രിയ മാഡം. ഞാനും എന്റെ പാർട്ണറായിട്ടുള്ള വിഷ്ണുപ്രിയ മാമുമാണ് എന്തുള്ളത് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. നമ്മളാണ് അവിടുത്തെ പ്ലാനിങ് ചെയ്യുന്നത്, നമ്മളാണ് അവിടുത്തെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മളാണ് നമ്മുടെ സ്റ്റാഫിന് ഡയറക്ഷൻ നൽകുന്നത്, അവർ ചെയ്യുന്ന വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മളാണ്, അവിടുത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ്. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാനാണ്. സോ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സൂപ്പർവൈസിങ്, കൺട്രോളിങ്, ഇതൊക്കെ എന്താണ്? സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്. ഇത് ആരാ നടത്തുന്നത്? നമ്മുടെ മാനേജ്മെന്റ്. ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോടാ? എടാ ഇത് +2 ലെവൽ ടോപ്പിക് ആണ്, ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. സോ എന്താ പറഞ്ഞത് അവിടെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വ്യക്തികളുമാണ്, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പ്രോസസ്സുമാണ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വ്യക്തികളാണ്. എല്ലാവരും മാനേജ്മെന്റ് ആണോ? അല്ല. ഒരു കമ്പനിയുള്ള എല്ലാവരും മാനേജ്മെന്റ് ആണോ? അല്ല. ആരാണ് മാനേജ്മെന്റ്? ദ കീ പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ദ കീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മാനേജ്മെന്റ്. അവർ ചെയ്യുന്ന പ്രോസസ്സും എന്താണ്? മാനേജ്മെന്റ്. അവർ ചെയ്യുന്ന പ്രോസസ്സും എന്താണ്? മാനേജ്മെന്റ്. അവർ ചെയ്യുന്ന ഫങ്ഷൻസും എന്താണ്? മാനേജ്മെന്റ്. ഇറ്റ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്. എന്തിനു വേണ്ടിയിട്ട്? ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്. അതിന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? എന്റെ ഫേമിലെ പ്ലാനിങ് ചെയ്തത് ഞാനും എന്റെ പാർട്ണറുമാ. എംപ്ലോയീസ് ഇല്ല. അതിന് ഓർഗനൈസ് ചെയ്തത് നമ്മളാ, ഡയറക്ഷൻ നൽകുന്നത് നമ്മളാ, കൺട്രോൾ ചെയ്യുന്നത് നമ്മളാ, സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മളാ. നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ് ഉണ്ടല്ലോ, ഇതിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. സോ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വ്യക്തികളുമാണ്, അവർ ചെയ്യുന്ന പ്രോസസ്സും എന്താണ്? മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വ്യക്തികളുമാണ്, അവർ ചെയ്യുന്ന പ്രോസസ്സും എന്താണ്? മാനേജ്മെന്റ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എടാ, ഒരു കമ്പനി വിജയിച്ചാലും തോറ്റാലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിനനുസരിച്ചാണ്. സർ മനസ്സിലായില്ലേ സർ എന്താ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ ചില സമയത്ത് നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടോ, അച്ഛന്റെ ബിസിനസ് മകൻ ഏറ്റെടുത്ത ശേഷം ബിസിനസ് തകർന്നു പോയി. അച്ഛൻ ബിസിനസ് നോക്കി നടത്തുന്ന സമയത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടായ കമ്പനി, മകൻ ഏറ്റെടുത്ത ശേഷം ബിസിനസ് നഷ്ടത്തിൽ വീണു, നഷ്ടത്തിലായി. അതേപോലെ തന്നെ ചില സമയത്ത് അച്ഛന്റെ കാലശേഷം മകൻ ആ ബിസിനസ് എടുത്ത ശേഷം ആ ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. കേട്ടിട്ടുണ്ടാവില്ലേ? യെസ്. സോ ബിസിനസിന്റെ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും, ബിസിനസിന്റെ സക്സസ് ആയാലും സർവൈവൽ ആയാലും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് ഒരു ബിസിനസ് സക്സസ് ആവുക അല്ലെങ്കിൽ ഫെയിലിയർ ആവുക. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? യെസ്. എടാ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബൈജൂസ് ഇപ്പൊ അത്യാവശ്യം വളരെ മോശപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ്? അന്നത്തെ മാനേജ്മെന്റ് അവിടെ എടുത്ത തീരുമാനങ്ങൾ, അതിൽ ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റി. സോ ഒരു ബിസിനസിന്റെ ഇതേ ബൈജൂസ് മുന്നേ എടുത്ത തീരുമാനങ്ങളാണ് അവർക്ക് സക്സസ് ആകുന്നത്. പക്ഷെ അതേ മാനേജ്മെന്റ് ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ അവർക്ക് ഫെയിലിയർ ആക്കി. സോ ഒരു ബിസിനസിന്റെ സക്സസ് ആയാലും ഒരു ബിസിനസിന്റെ സർവൈവൽ ആയാലും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാനേജ്മെന്റ്. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കടാ, ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. സർ മനസ്സിലായില്ല സർ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ കമ്പനിയിൽ ഫുൾ മാനുവൽ ആണെന്ന് ചോദിക്കാം, ഒന്നും ഓട്ടോമേഷൻ ഇല്ല, ഫുൾ മാനുവൽ ആണ്. അപ്പൊ ഞാനും എന്റെ പാർട്ണറും തീരുമാനിച്ചു നമുക്ക് ഈ മാനുവലി ചില പ്രൊഡക്ടിവിറ്റി കുറയും. സോ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി കംപ്ലീറ്റ് ബിസിനസ് ഓട്ടോമേറ്റഡ് ആക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഈ ചേഞ്ച് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഒരു ബിസിനസ്സിൽ ചേഞ്ച് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? മാനേജ്മെന്റ് ആണ്. ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കമ്പനി, ഈ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കമ്പനി ആസ് ഓഫ് നൗ എന്തൊക്കെ ടൈപ്പ് ഓഫ് കാർസ് മാനുഫാക്ചർ ചെയ്യുന്നത്? പെട്രോൾ കാർസ്, ഡീസൽ കാർസ്, CNG കാർസ്.
കുറച്ചുകൂടെ ഇനി ഇലക്ട്രിക് കാർസിലേക്ക് നമ്മൾ ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ ഇലക്ട്രിക് കാർസ് വേണ്ട, നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പെട്രോൾ കാർ മാത്രം മതി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരുടെ ബിസിനസ് ഔട്ടായി പോകും. കാരണം ഇനി അങ്ങോട്ടേക്ക് ഇലക്ട്രിക് കാർസിന്റെ യുഗമാണ് അല്ലെ? സോ ഒരു ബിസിനസ്സിൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് ആരാണ്? നമ്മുടെ എൻവയോൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ആളുകൾ ഈ പെട്രോൾ കാർസ് ആണ് ഉപയോഗിച്ചത്, പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ആളുകൾ ഇലക്ട്രിക് കാർസ് ഉപയോഗിക്കും. സോ മാറുന്ന എൻവയോൺമെന്റ് അനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഇഫ് യു ആർ നോട്ട് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്, ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റിംഗ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്, യു വിൽ ബി ഔട്ട്ഡേറ്റ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. If you are not updating according to the changing environment, you will be outdated. ഞാൻ പറഞ്ഞ മനസ്സിലായോടാ? യെസ്. സോ ഒരു ബിസിനസ്സിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ഒരു ബിസിനസ്സിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആരാണ്? മാനേജ്മെന്റ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഒരു ഓർഗനൈസേഷനെ പർപ്പസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആക്കേണ്ടത് ആരാണ്? എന്റെ ബിസിനസ്സിനെ പർപ്പസ്ഫുൾ, എന്റെ ബിസിനസ്സിൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത് ആരാണ്? ഞാനാണ്, മാനേജ്മെന്റ് ആണ്. സോ ഒരു ഓർഗനൈസേഷൻ ഒരു എൻറ്റിറ്റിയെ പർപ്പസ്ഫുൾ ആൻഡ് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരേണ്ടതാണ് മാനേജ്മെന്റ്. എങ്ങനെ കൊണ്ടുവരും? ബൈ ബ്രിങ്ങിങ് ടുഗെദർ ദ ഡിസ്ഓർഗനൈസ്ഡ് റിസോഴ്സസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് കാശുള്ളത് കൊണ്ട് നിന്റെ ബിസിനസ് സക്സസ് ആവുന്ന ഒരു നിർബന്ധമില്ല. ബെസ്റ്റ് എക്സാമ്പിൾ ടാറ്റ ഡോകോമോ. ടാറ്റയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ ഡോകോമോ ഫെയിൽ ആയി പോയത്? അല്ല. സോ നിന്റെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ മാൻ പവർ, മെറ്റീരിയൽ, മണി, ടെക്നോളജി. ഞാൻ എപ്പോഴും റിസോഴ്സസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ്. കീവേഡ് അല്ല, ടി എന്ന് പറയും. എന്താണ് ടി എന്ന് പറയും? എന്നാൽ ടി എന്ന് പറയുന്നത് എന്താണ്? മാൻ പവർ, മണി, മെറ്റീരിയൽ, ടെക്നോളജി. ഓക്കെ. സോ ഈ റിസോഴ്സസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സിൽ ഒരുപാട് മാൻ പവർ ഉണ്ട്, ഒരുപാട് മണി ഉണ്ട്, നല്ല ടെക്നോളജി ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ആ ബിസിനസ് ചിലപ്പോൾ പൊട്ടിപ്പോയില്ലേ, തകർന്നു പോയില്ലേ? യെസ്. സോ ഒരുപാട് പൈസ ഉണ്ടായത് കൊണ്ട് ഒരു ബിസിനസ് സക്സസ് ആവണില്ല. ആ പൈസ ഉപയോഗിക്കാൻ പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ ജയിക്കാൻ പറ്റില്ല. ആ പൈസ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു? ആർ യു ഏബിൾ ടു യൂട്ടിലൈസ് ദം എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ആർ യു ഏബിൾ ടു യൂട്ടിലൈസ് ദ resources efficiently and effectively? That is the question. സോ ഒരു ബിസിനസ്സില് ഒരുപാട് റിസോഴ്സസ് ഉള്ളത് കൊണ്ട് അവര് സക്സസ് ആവില്ല. എന്ത് ചെയ്യണം? ആ റിസോഴ്സിനെ എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം. എന്റെ ചോദ്യം, ഹൂ ഈസ് റെസ്പോൺസിബിൾ ടു efficiently and utilize the resources? Who is responsible to efficiently and effectively utilize the resources? Tell me. Who is responsible to efficiently and effectively utilize the resources? Tell me. Who is responsible? This management is responsible to make the organization purposeful and productive. Engane? By bringing together the resources and utilizing them efficiently and effectively. And words ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂടെ? ഇവിടെ ശ്രദ്ധിക്കുക. ക്ലാസ് ആകെ 2 മണിക്കൂർ ഞങ്ങളുടെ ക്ലാസ്സുകൾ, അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കാം. ഒരു ഓർഗനൈസേഷൻ പർപ്പസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? മാനേജ്മെന്റ്. എങ്ങനെ? ബൈ ബ്രിങ്ങിങ് ടുഗെദർ ദ റിസോഴ്സസ് ആൻഡ് യൂട്ടിലൈസിംഗ് ദം എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ ആണോ? സോ നമ്മളിപ്പോ ഇതുവരെ എന്താക്കി പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, നമ്മൾ മാനേജ്മെന്റ് ടോപ്പിക് പഠിച്ചു അല്ലെ? സോ എങ്ങനെ പഠിച്ചു മാനേജ്മെന്റ് ടോപ്പിക്? ആദ്യം പറഞ്ഞു, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വ്യക്തികളുമാണ്, പ്രോസസ്സുമാണ്. എല്ലാ വ്യക്തികളും മാനേജ്മെന്റ് ആണോ? അല്ല. ദ കീ പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലെ? കീ പീപ്പിൾ വിത്ത് ഓർഗനൈസേഷൻ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ റണ്ണിംഗ് ദ ഓർഗനൈസേഷൻ, അതായത് ഹു ആർ ഇൻ ചാർജ് ഓഫ് ദ അഫയേഴ്സ്, അതായത് ബിസിനസ് റൺ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ. അതേപോലെ തന്നെ ബിസിനസിന്റെ പ്രോസസ്, മാനേജ്മെന്റ് എന്ന വ്യക്തികളാണ്, പ്രോസസ്സുമാണെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് പ്രോസസ് ആൻഡ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ആ പ്രോസസ്സ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഇത്. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടു അച്ചീവ് അവർ ഒബ്ജക്റ്റീവ്സ്. മനസ്സിലായോടാ? മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ബിസിനസിന്റെ സക്സസ് ആയാലും സർവൈവൽ ആയാലും ആരെ സംബന്ധിച്ചാണ് ഉണ്ടാവുക? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടർ ഓഫ് മാനേജ്മെന്റ് ക്യാരക്ടറിനനുസരിച്ച് എന്താവും? സക്സസും സർവൈവലും ഡിസൈഡ് ചെയ്യും. നാലാമത്തത്, ഒരു ബിസിനസിനെ പ്രൊഡക്റ്റീവ് ആൻഡ് പർപ്പസ്ഫുൾ ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആണ്. പ്രൊഡക്റ്റീവ് ആൻഡ് പർപ്പസ്ഫുൾ ആരാണ് ആക്കേണ്ടത്? മാനേജ്മെന്റ്. എങ്ങനെ ആക്കുക? ബൈ യൂട്ടിലൈസിങ് ടി. അറിയാലോ എന്താണ് ടി? എന്ന് അറിയാലോ? റിസോഴ്സസ് അല്ലെ? ബൈ യൂട്ടിലൈസിങ് ദ റിസോഴ്സസ്. എങ്ങനെ? എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി.
efficiently and effectively. മനസ്സിലായോടാ? സെറ്റ് ആണോടാ? യെസ്. കഴിഞ്ഞില്ല, ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഫെസിലിറ്റേറ്റ്സ് ചേഞ്ചസ്. കമ്പനിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ട ആരാണ്? മാനേജർ. ഫെസിലിറ്റി ചേഞ്ചസ് ആൻഡ് അഡോപ്റ്റ്സ് അല്ലെങ്കിൽ അഡാപ്റ്റ്സ് ദ ന്യൂ എൻവയൺമെന്റ്. നോക്കി നമ്മൾ എന്തൊക്കെ എഴുതിയാൽ നോക്കിയട്ടെ, എത്ര വൃത്തി നമ്മൾ എഴുതി നോക്കിയട്ടെ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ മാനേജ്മെന്റ് ഫുൾ പോയിന്റ്സ് എഴുതി നോക്കിയട്ടെ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുമാണ്, പ്രോസസ്സുമാണ്. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും അല്ല, കീ പീപ്പിൾ ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് സെറ്റ് ആയി. വ്യക്തികളാണ്, പ്രോസസ്സുമാണ്. സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് പ്രോസസ് ആൻഡ് ഫംഗ്ഷൻസ്. എന്ത് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത്? ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഒരു ബിസിനസിന്റെ സക്സസ് ആയാലും സർവൈവൽ. അതിന് നമ്മൾ എടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? ബൈജൂസ് അല്ലെ. നമ്മളെടുത്ത എക്സാമ്പിൾ എന്താണ്? ബൈജൂസ്. അതിന്റെ അടുത്ത് തന്നെ എഴുതി വെക്കാം, ബൈജൂസ് എന്ന്. ഓക്കെ ആണോ? യെസ്. ഒരു ഓർഗനൈസേഷൻ പ്രൊഡക്റ്റീവ് ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആണ് മാനേജ്മെന്റ്. എങ്ങനെ? ബൈ യൂട്ടിലൈസിംഗ് ദ റിസോഴ്സസ് എഫിഷ്യന്റ്ലി എഫക്റ്റീവ്ലി. അതിന് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? ടാറ്റ ഡോകോമോ. ഒരുപാട് റിസോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ മര്യാദക്ക് ഇല്ല. ഒരു ഓർഗനൈസേഷൻ ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. അതിന് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? മാരുതി സുസുക്കി. ഓർക്കുന്നുണ്ടോടാ? എല്ലാ പോയിന്റ്സിന്റെ താഴെ നമ്മൾ ഇതുപോലെ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഓർത്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം ഓർത്തെടുക്കാൻ പറ്റണം നിർബന്ധമില്ല, പക്ഷെ സെക്കൻഡ് ടൈം, തേർഡ് ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇതിന്റെ ഗുണം എന്താ അറിയോ? നമുക്ക് ഓർമ്മ, മാരുതി സുസുക്കി ഓർമ്മ, പോയിന്റ് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ മാരുതി സുസുക്കി എന്താ സഞ്ജയ് സാർ പറഞ്ഞ പോയിന്റ്? ഇലക്ട്രിക് കാർസ് കൊണ്ടുവരണം, കാരണം എൻവയൺമെന്റ് മാറുന്നുണ്ട്. ഇപ്പോഴത്തെ മാറുന്ന സാധ്യത ഇലക്ട്രിക് കാർസിലേക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ബിസിനസ്സിൽ ഇലക്ട്രിക് കാർസ് കൊണ്ടുവരണം ഡിസിഷൻ എടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഫെസിലിറ്റേറ്റ് ദ ചേഞ്ചസ് ആൻഡ് അഡോപ്റ്റ് ടു ദ ന്യൂ എൻവയൺമെന്റ്. ഈ രീതിയിൽ നമുക്ക് റീകലക്ട് ചെയ്യാൻ സഹായിക്കും. ഫസ്റ്റ് ടൈം സഹായിക്കുമെന്ന് ഞാൻ പറയത്തില്ല, ഒരു 2-3 തവണ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് സഹായിക്കും. ഓക്കെ ആണോടാ? സോ നമ്മളിപ്പോ ഇവിടെ 2 ടോപ്പിക്കാണ് പഠിച്ചത്. എന്തൊക്കെയാ പഠിച്ചത്? സ്ട്രാറ്റജിയും മാനേജ്മെന്റും. സെറ്റ് ആണോടാ? ഈ 2 ടോപ്പിക് സെറ്റ് ആണോടാ? പറ, കമന്റ്. സെറ്റ് അല്ലേ? സെറ്റാണ് സർ. സി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ ഡെമോ ക്ലാസ് ആണ് അല്ലെ. അപ്പൊ ഡെമോ ക്ലാസ് ആയാലും ശരി, നോർമൽ ക്ലാസ് ആയാലും ശരി, വെനെവർ യു ആർ അറ്റൻഡിങ് ദ ക്ലാസ് യു ഷുഡ് ബി വെരി സീരിയസ്. ഓക്കെ? കാരണം നമ്മുടെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത്. കാരണം സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാ അല്ലെ, നിങ്ങളുടെ ലൈഫാ. നിങ്ങൾക്ക് ഭാവിയിൽ സി ആക്കാരനാണോ, സി എ കാര്യമാണ്. അതിനു വേണ്ടി ഒരു ചെറിയൊരു സ്റ്റെപ്പാണത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ ആണോ? അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പെൻഡിങ് നോക്കരുത്, അപ്പൊ തന്നെ എന്ത് ചെയ്യണം? കണ്ട് തീർക്കണം. ചോദിച്ച് തീർക്കണം. ഓക്കെ? ചോദിച്ചത് അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. ഇനി ഏതെങ്കിലും ടോപ്പിക് മിസ്സായിട്ടുണ്ടെങ്കിൽ പേടിക്കണം. നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ, അത് ബാക്കൗട്ട് അടിച്ച് കണ്ട് വീണ്ടും അത് എന്ത് ചെയ്യണം? തീർക്കണം. ഈ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കയ്യിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണാതിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ്. നമുക്കൊരു ടാർഗറ്റ് വെക്കണം. അതാണ് ഞാൻ എപ്പോഴും ടാർഗറ്റ് വെക്കണം. ഞാൻ ഇന്നിപ്പോ 2 hours ക്ലാസ്, നിങ്ങൾ അത് ഇന്ന് തന്നെ കണ്ടു തീർക്കണം. നാളത്തെ 2 hours നാളെ തന്നെ കണ്ടു തീർക്കണം. എന്ത് വന്നാലും ഞാൻ കണ്ടു തീർക്കും എന്നുള്ളൊരു ഭാഷ ഉണ്ടാവണം. സോ ടാർഗറ്റ് വെച്ച് പോയാൽ മാത്രം നമുക്ക് നമ്മുടെ കറക്റ്റ് സമയത്ത് നമുക്ക് പോർഷൻ തീർക്കാൻ പറ്റും. സോ ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടി ഞാൻ കൃത്യമായിട്ട് ടാർഗറ്റ് ഉണ്ടാക്കി, ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന ടോപ്പിക് എടുക്കും, അടുത്ത ദിവസം നമ്മൾ ഇന്ന ടോപ്പിക് എടുക്കും, 3 ദിവസം എന്തൊക്കെ ഒരു ഫുൾ ചാർട്ട് ഉണ്ട്. എന്തൊക്കെയാണ് ഇന്ന ദിവസം എന്തൊക്കെ ടോപ്പിക് എടുക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അടുത്ത ഫസ്റ്റ് ചാപ്റ്റർ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ചാർട്ട് തന്നില്ലേ? Day 1 എന്താണ്? സ്ട്രാറ്റജിയും മാനേജ്മെന്റും. Day 2 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലസ് ലെവൽസ്. Day 3 സ്ട്രാറ്റജിക് ഇന്റന്റ്. അതോടുകൂടി ചാപ്റ്റർ ഈസ് ഡൺ. 3 ദിവസം കൊണ്ട് നമ്മുടെ ചാപ്റ്റർ 1 തീർന്നു. Day 4 ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ടോപ്പിക് പഠിച്ചു എന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് വരിക. ചുമ്മാ ടെക്സ്റ്റ് വായിച്ചതുകൊണ്ട് നമുക്ക് എന്ത് വരത്തില്ല? കോൺഫിഡൻസ് വരത്തില്ല. മനസ്സിലാവുന്നുള്ള? സോ ഒരു ടോപ്പിക് പഠിക്കുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു നല്ലൊരു സെറ്റ് ഓഫ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ? അത്തരം ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, നമ്മൾ ഇന്ന ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്, ഇന്ന ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്, സർ അത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, ഇത് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടാവും. ഓക്കെ? അത് റൈറ്റിംഗ് പ്രാക്ടീസ് എങ്ങനെയാണ് നമ്മൾ തിയറി, എത്രയോ കുട്ടികൾ എനിക്ക് മെസ്സേജ്, സർ തിയറി എഴുതുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല, ഇത് എങ്ങനെയാ പ്രസന്റ് ചെയ്യണത്, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണോടാ? പക്ഷെ ടോപ്പിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് 2 ടോപ്പിക്ക്. നമ്മളെ സ്ട്രാറ്റജി മാനേജ്മെന്റിനകത്ത് ഇനിയുണ്ട് 2 ടോപ്പിക്ക്. സോ നമ്മൾ സ്ട്രാറ്റജി പഠിച്ചു, മാനേജ്മെന്റ് പഠിച്ചു. ഇനിയുള്ള ടോപ്പിക്ക് 2 ചെറിയ ടോപ്പിക് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രാറ്റജി ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സൗണ്ട് അലേർട്ട് റെസ്പോൺസിബിൾ മാനേജ്മെന്റ്. എന്റെ ചോദ്യം ഇതാണ്, എനിക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ എന്റെ കമ്പനിയിൽ മാനേജ്മെന്റ് വേണ്ട എന്നാണ് പറഞ്ഞത്. ശരിയാണോ?
എനിക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ എന്റെ കമ്പനിയിൽ മാനേജ്മെന്റേ വേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോടാ? അങ്ങനെയാണോ? അല്ല. സ്ട്രാറ്റജി ഈസ് നെവർ എവർ എ റീപ്ലേസ്മെന്റ് ഫോർ മാനേജ്മെന്റ്. ബിക്കോസ് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ആരാണ് ഈ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തത്? മാനേജ്മെന്റ് ആണ്. സോ സ്ട്രാറ്റജി ക്യാൻ നെവർ എവർ ബി a replacement for or substitute for a responsible management, because strategy can never be perfect, flawless, optimal. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. ഒപ്റ്റിമൽ ആയിരിക്കും. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ. ഫ്ലോലെസ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക്ലെസ്. മിസ്റ്റേക്ക് ഇല്ലാത്തതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. ഇല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അല്ലെ? സോ സ്ട്രാറ്റജി ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, ഫ്ലോലെസ്, ഒപ്റ്റിമൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബൈജൂസ് അഗ്രസീവ് മാർക്കറ്റിംഗ് എന്ന സ്ട്രാറ്റജി എടുക്കുന്ന സമയത്ത് അവർക്കറിയോ ഭാവിയിൽ നമ്മുടെ കമ്പനി പൂട്ടിപ്പോകുമെന്നും കമ്പനി വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആവുമെന്നും അവർക്കറിയുമായിരുന്നു? ഇല്ല, അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർ വിചാരിച്ചു അവർ ഇത്രയും മാർക്കറ്റിംഗ് ചെലവാക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ വരുമെന്നും അവരെന്ത് ചെയ്യും, അവര് വലിയ കമ്പനി ഇനിയും വളരുമെന്ന് അവർ വിചാരിച്ചത്. പക്ഷെ അവരുടെ സ്ട്രാറ്റജി തെറ്റിപ്പോയില്ലേ? സോ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഇറ്റ് ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, ഫ്ലോലെസ്, ഒപ്റ്റിമൽ. ഒരു ഉദാഹരണം പറയാം. ഞാൻ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല. ഞാൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്ത് കുട്ടികൾ ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ചെറുപ്പത്തിലേ എനിക്കറിയാം. അത് ഞാൻ ഇന്റർമീഡിയറ്റ് പഠിക്കുമ്പോഴേ എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു ഞാൻ ഭാവിയിൽ ടീച്ചിങ്ങിലാണ് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും തെറോ ആയിട്ട് പഠിച്ച ശേഷം മാത്രമേ ഞാൻ അടുത്ത ലെവലിലേക്ക് പോകൂ എന്ന് എനിക്ക് നല്ല വാശിയുണ്ടായിരുന്നു. ആ ഒറ്റ വാശിയാണ് ഞാൻ ഇന്റർമീഡിയറ്റ് 2 തവണ എഴുതി, ഫൈനലും 2 തവണ എഴുതി. എല്ലാ ഇതും 2 തവണ എഴുതി നന്നായിട്ട് പഠിച്ച് തെറോ ആക്കിയ ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ടീച്ചിങ്ങിന് ഇറങ്ങിയത്. അല്ലാതെ ഈ കണ്ട ഡൂപ്ലി ചാർട്ടേഡ് അക്കൗണ്ട്സ് പോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് വന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ല. ഞാൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് നന്നായിട്ട് തെറോ എക്സ്പീരിയൻസ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ട്. എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നല്ല എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ലെവലും ഞാൻ 2 തവണ എഴുതിയിട്ടുണ്ട്. സോ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ട്. സോ ആദ്യത്തെ തവണ CA എൻട്രി എഴുതുന്ന സമയത്ത് ഞാനൊരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി. അപ്പൊ എന്റെ വിചാരം ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്താൽ ഞാൻ പാസ്സാവും എന്നായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഞാൻ തോറ്റുപോയി. ഓക്കെ. സോ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജിയിൽ പെർഫെക്റ്റ് ആയിരുന്നു? ഇല്ല. പക്ഷെ ആ സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്ത സമയത്ത് എനിക്ക് അറിയായിരുന്നു ഈ സ്ട്രാറ്റജി ചെയ്താൽ ഞാൻ ഫെയിൽ ആവുമെന്ന്? ഇല്ല. സോ സ്ട്രാറ്റജി ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, ഫ്ലോലെസ് ആൻഡ് ഒപ്റ്റിമൽ. മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. അതിനകത്ത് എഴുതുന്ന മസാലാസ് ആണ്, തിയറീസ് ആണ്. സ്ട്രാറ്റജി ഈസ് ആർട്ട് ഓഫ് പോസിബിൾ. എടാ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. സ്ട്രാറ്റജി ആർട്ട് ഓഫ് പോസിബിൾ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്ട്രാറ്റജി ആയിട്ട് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അത് പറ്റാത്ത, ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയും പെർ ഡേ 20 hours എന്നൊക്കെ പറഞ്ഞ് എഴുതും. ഒരു ദിവസം 20 മണിക്കൂർ പഠിക്കുന്നു. എടാ, ഒരു ദിവസം 20 മണിക്കൂറൊക്കെ പഠിക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്? അല്ല. കാരണം ചിലപ്പോൾ ഒരു ദിവസം പറ്റുമായിരിക്കും, ചിലപ്പോൾ 2 ദിവസം വരും, 3 ദിവസം നമ്മൾ ഉറങ്ങി വീഴും, തലവേദനയൊക്കെയാണ് നമ്മൾ വീഴും. സോ ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് പോസിബിൾ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്ട്രാറ്റജി ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് ഇസ് എ നേച്ചർ ഓഫ് ദ സ്ട്രാറ്റജി. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് പ്രാഗ്മാറ്റിക്. നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇറ്റ് ഷുഡ് നോട്ട് ബി റിജിഡ്. ഐ റിപ്പീറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ബി റിജിഡ്. ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് മാറ്റാൻ പറ്റണം. ഒരു ഉദാഹരണം പറയാം. ഞാനില്ല, നിങ്ങളും ഞാനും, നമ്മൾ ഈ CA സ്റ്റുഡൻസ് തന്നെ എത്ര തവണ CAക്ക് പഠിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കുന്നു, മാറ്റുന്നു, റിവൈസ് ചെയ്യുന്നു, വീണ്ടും ആദ്യം നമ്മളൊരു 60 days പ്ലാൻ ആക്കും. ഹൗ ടു ക്ലിയർ CA ഇന്റർ ബോത്ത് ഗ്രൂപ്പ് വിതിൻ 60 days ഒരു പ്ലാൻ ഉണ്ടാക്കി. അതിനകത്ത് ആദ്യത്തെ 5 ദിവസം സക്സസ്ഫുള്ളി വേസ്റ്റ് ആക്കിയ ശേഷം ഹൗ ടു ക്ലിയർ CA ഇന്റർ 2 ഗ്രൂപ്പ് വിതിൻ 50 days. 2 ഗ്രൂപ്പ് 50 ദിവസം. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. അതിനുശേഷം വീണ്ടും ഒരു 10 ദിവസം വേസ്റ്റ് ആക്കിയ ശേഷം നമുക്ക് തന്നെ ബോധം വരുന്ന 40 ദിവസം കൊണ്ട് എങ്ങനെ ഒരു ഗ്രൂപ്പ് പാസ്സാവാം. നോക്കണേ, സ്റ്റാർട്ടിങ് ഞാൻ എല്ലാ ബാച്ചസ് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കൂട്ടുകാർ നിൽക്കും, മക്കളെ ഫസ്റ്റ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാണോ ബോത്ത് ഗ്രൂപ്പാണോ? അപ്പൊ കൂട്ടുകാർ ബോത്ത് ഗ്രൂപ്പ് എന്ന് പറയാം. എല്ലാവരും ഇങ്ങനെ ഒച്ച വെക്കും. പക്ഷെ ഇതേ പിള്ളേര് കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് വന്നൊരു, സാറേ ബോത്ത് ഗ്രൂപ്പ് നടക്കൂല സാറേ, ഒരു ഗ്രൂപ്പ് മതി, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്തോളാം സാറേ, ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്തോളാം സാറേ, 2 ഗ്രൂപ്പും കൂടി താങ്ങൂല സാറേ എന്നൊക്കെ പറഞ്ഞു. ശരിയല്ലടാ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇതേ 40 days പ്ലാനില് അടുത്ത 10 ദിവസം വേസ്റ്റ് ആക്കിയ ശേഷം നിങ്ങൾ നോക്കും ഹൗ ടു ക്ലിയർ CA ഇന്റർ വിതിൻ 30 days. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ സ്ട്രാറ്റജി എന്താണ്? ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. നമ്മുടെ പ്ലാൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് മാറ്റാനുള്ള എന്തുണ്ടാവണം?
മാറ്റാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിരിക്കണം. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രമേ നമ്മൾ സ്ട്രാറ്റജി ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പറ്റാത്ത കാര്യം നമ്മൾ സ്ട്രാറ്റജി. ഇപ്പൊ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് 20 ദിവസം കൊണ്ട് SM 40 മണിക്കൂർ കൊണ്ട് SM തീർക്കുന്നതാണ്. അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം. കാരണം എന്ന് വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ 40 മണിക്കൂർ എടുത്തത്. ഓൺലൈൻ ക്ലാസ്സിൽ 40 മണിക്കൂർ എനിക്ക് വേണ്ട. എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ 40 മണിക്കൂർ ആക്ച്വലി വേണ്ട. ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തു, കളിച്ചു, ചിരിച്ചു, ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് 40 മണിക്കൂർ തീർത്തത്. നിങ്ങൾക്ക് 40 മണിക്കൂർ വേണം. കാരണം ഇവിടെ നിങ്ങൾ ആരുമില്ല, ഞാൻ മാത്രം ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ആരുമില്ല. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ പോർഷൻസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് എന്തുണ്ട്, ഒരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 40 hours എന്ന് പറഞ്ഞ ടൈമോ അത് ഒരു മാക്സിമം ആണ്. അതിന്റെ അപ്പുറത്ത് എന്തായാലും നമ്മൾ പോകത്തില്ല. ഓക്കെ. പിന്നെ ഇറ്റ് ഡസ് നോട്ട് പ്രിക്ലൂഡ് സെക്കൻഡ് ബെസ്റ്റ് ചോയ്സ്, ട്രേഡ് ഓഫ്, സഡൻ എമർജൻസി, പെർവേസീവ് പ്രഷർ, ഫെയിലിയേഴ്സ്, ഫ്രസ്ട്രേഷൻ. എടാ ആസ് ഓഫ് നൗ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഫെബ് മിഡ് ആവുമ്പോഴേക്കും നമ്മുടെ പോർഷൻസ് തീർക്കണം എന്നുള്ളതാണ്. പക്ഷെ ചില സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. ചിലപ്പോൾ എനിക്ക് ത്രോട്ട് ഇഷ്യൂസ് വരാം, ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം. സോ അതുകൊണ്ട് എന്നോട് ചോദിക്കുന്ന കുട്ടികൾ ഞാൻ എപ്പോഴും എന്താ പറയാ, ഫെബ് എൻഡ് ആവുമ്പോഴേക്കും നമ്മുടെ പോർഷൻസ് തീർക്കും, ഫെബ്രുവരി എൻഡ് ആവുമ്പോഴേക്കും നമ്മുടെ പോർഷൻ. അതെന്താണ്, നമ്മൾ എപ്പോഴും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫെയിലിയർ, നമ്മൾ ഇൻ കേസ് ഒരു ഫെയിലിയർ നടന്നാൽ അത് എന്ത് ചെയ്യണം അതുകൂടി നമ്മൾ തിങ്ക് ചെയ്യണം. ഞാൻ ഈ മഹേന്ദ്ര സിംഗ് ധോണിനെ കുറിച്ച് കേട്ട കാര്യമാണ്. പുള്ളി അത് സുരേഷ് റെയ്നയുടെ, മഹേന്ദ്ര സിംഗ് ധോണി എന്ന് അറിയില്ലേ, സുരേഷ് റെയ്നയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറഞ്ഞു, മഹേന്ദ്ര സിംഗ് ധോണി എപ്പോഴും കളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കയ്യിൽ എപ്പോഴും ഒരു 2-3 പ്ലാൻ ഉണ്ടാവും. പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C. അതായത് ഇൻ കേസ് പ്ലാൻ A വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പ്ലാൻ B ഇംപ്ലിമെന്റ് ചെയ്യും. സോ അതുപോലെ നമ്മുടെ സ്ട്രാറ്റജിയിൽ എപ്പോഴും ഇൻ കേസ് ഇത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. നമ്മളൊരു പ്ലാൻ, ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ അറിയാം, ഇൻ കേസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോ ഇവിടെ കറണ്ട് പോയാൽ എന്ത് സംഭവിക്കും, ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ പവർ ബാക്കപ്പ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഈശ്വര പോകരുതേ, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം, എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ നാക്ക് ചതിക്കും. ഇനിയിപ്പോ കറണ്ട് പോകില്ല നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? യെസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇൻ കേസ് നമ്മൾ വിചാരിച്ച രീതിയിൽ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. നമ്മുടെ ഒരു നല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് പ്രിക്ലൂഡ്, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഷുഡ് നോട്ട് അവോയ്ഡ് സെക്കൻഡ് ബെസ്റ്റ്. നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ പ്ലാൻ ബി ഒരിക്കലും ഒഴിവാക്കണം. പ്ലാൻ ബി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സഡൻ എമർജൻസി, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അത് എങ്ങനെ ഫേസ് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പെർവേസീവ് പ്രഷർ വന്നാൽ, പെട്ടെന്ന് പ്രഷർ വന്നാൽ, നമുക്ക് ഒരുപാട് ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യണം, ഒരുപാട് പ്രഷർ വന്നാൽ നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഫെയിലിയേഴ്സ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ഒരു ഫെയിലിയർ സംഭവിച്ചു, നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല, എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മുടെ ഒരു ഗുഡ് സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ആര് വേണം? മാനേജ്മെന്റ് വേണം. സോ സ്ട്രാറ്റജി ഇസ് നെവർ എവർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ റെസ്പോൺസിബിൾ മാനേജ്മെന്റ്. ഓക്കെ ആണോ? പിന്നെ അലവൻസസ് ആർ മെയ്ഡ് ഫോർ പോസിബിൾ മിസ്കാൽക്കുലേഷൻ. എന്താ പറഞ്ഞത് അലവൻസ് ആർ മെയ്ഡ് ഫോർ പോസിബിൾ മിസ്കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ, അതായത് എന്റെ കണക്ക് കൂട്ടുകൾ എന്തെങ്കിലും തെറ്റിപ്പോയാൽ അതെങ്ങനെ ഞാൻ നേരിടണം? അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്സ്. എടാ ഞാൻ പറയാം, നമ്മുടെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, അത് എല്ലാ ചെറിയ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കരുത്. ലെറ്റ് ഇറ്റ് ഗോ. ഈ ടൈമും കടന്ന് അടുത്ത ടൈം വരും. അതിപ്പോ സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വിചാരിക്കും. പക്ഷെ കുറച്ച് നമ്മൾ വിചാരിക്കും, അയ്യേ ഈ ചെറിയ വിഷയത്തിന് വേണ്ടി ചെല്ലാൻ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചത്. ഞാൻ തന്നെ ഇപ്പൊ തന്നെ എന്റെ ലൈഫിൽ ഒരുപാട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കും. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒഴിവാകും. ആ സമയത്ത് ഞാൻ തന്നെ പിന്നെ ആലോചിക്കും, ഇത്ര ചെറിയ വിഷയത്തിനാണല്ലോ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചത് എന്ന് വിചാരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ചില സമയത്ത് നടക്കില്ല. നമ്മൾ വിചാരിച്ച നമ്മുടെ കണക്കൂട്ടിലൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും. ആന്റിസിപ്പേറ്റ് എന്താണ് പോസിബിൾ മിസ്കാൽക്കുലേഷൻ, അല്ലെ? സോ നമ്മൾ വിചാരിച്ച കണക്കുകൾ തെറ്റിയാലും അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, ചിന്തിച്ചു നോക്കണം. അലവൻസസ് ആർ മെയ്ഡ് ഫോർ പോസിബിൾ മിസ്കാൽക്കുലേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എടാ സിമ്പിൾ ആണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചുകൂടി സെറ്റ് ആവും. ഓക്കെ. ഒരു നല്ല സ്ട്രാറ്റജി ഒരിക്കലും മാനേജ്മെന്റ് റീപ്ലേസ്മെന്റ് അല്ല. കാരണം മാനേജ്മെന്റ് വേണം. കാരണം ഒരു നല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഇല്ല. സ്ട്രാറ്റജി ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, ഇറ്റ് ക്യാൻ നെവർ ബി ഫ്ലോലെസ്, ഇറ്റ് ക്യാൻ നെവർ ബി ഒപ്റ്റിമൽ. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എപ്പോഴും നമുക്ക് ഫേവറബിൾ ആവണം നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ നെവർ ബി ഒപ്റ്റിമൽ. ഓക്കെ ആണോ? കാരണം സ്ട്രാറ്റജി എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കും. ഇറ്റ് ദ ആർട്ട് ഓഫ് പോസിബിൾ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സ്ട്രാറ്റജി ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് ഒരിക്കലും സെക്കൻഡ് പ്ലാൻ ബിനെ ഒഴിവാക്കാൻ പാടില്ല. പ്ലാൻ ബി, സഡൻ എമർജൻസീസ്,
പെർവേസീവ് പ്രഷർ, ഫെയിലിയർ, ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ തിങ്ക് ചെയ്യണം. ഇത് വന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കണക്കൂട്ട് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അലവൻസ് ഷുഡ് ബി മെയ്ഡ് ഫോർ പോസിബിൾ മിസ്കാൽക്കുലേഷൻസ്. ഇത്രയുമാണ് സ്ട്രാറ്റജിയുടെ ഈ ഒരു ടോപ്പിക്കിനുള്ളത്. ഒരു ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഒറ്റ ടോപ്പിക്കോട് കൂടി നമ്മുടെ സ്ട്രാറ്റജി ആസ് വെൽ ആസ് മാനേജ് എന്ന ടോപ്പിക്ക് തീർന്നു. ഓക്കെ, എന്താണ് അടുത്ത ടോപ്പിക്? സ്ട്രാറ്റജി ഈസ് പാർട്ട്ലി പ്രൊആക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ്. ബിഫോർ മൂവിങ് ടു ദിസ് ടോപ്പിക്, ഞാൻ ഇപ്പോഴത്തെ ടോപ്പിക് സെറ്റായോ? ഇപ്പോഴത്തെ ടോപ്പിക്കിൽ അത് സെറ്റായോ? കാര്യങ്ങൾ മനസ്സിലായി? അത് ബൈഹാർട്ടാക്കി പറയാൻ പറ്റുമോ എന്നല്ല ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് പോസിബിൾ, സെക്കൻഡ് ബെസ്റ്റ്, നമ്മുടെ പ്ലാൻ ബി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഒരു സ്ട്രാറ്റജി ഒരിക്കലും മാനേജ്മെന്റ് റീപ്ലേസ്മെന്റ് അല്ല. സ്ട്രാറ്റജി എപ്പോഴും എന്താണ് പെർഫെക്റ്റ് ആവണം നിർബന്ധമില്ല. അത് എപ്പോഴും എന്താണ് ഫ്ലോലെസ് ആവണം നിർബന്ധമില്ല. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലടാ? യെസ്, ഫൈൻ ആണോ? യെസ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്? സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊആക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ്. ഓക്കെ, പാർട്ട്ലി പ്രൊആക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ് ലാസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, പ്രൊആക്റ്റീവ് എന്താണ് സർ? റിയാക്റ്റീവ് എന്താണ് സർ? നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം അല്ലെ? പ്രൊആക്റ്റീവ്, റിയാക്റ്റീവ്. പ്രൊആക്റ്റീവ്, റിയാക്റ്റീവ്. നിങ്ങളുടെ ഗോൾ, നിങ്ങൾക്കൊരു ഗോൾ ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഇല്ലേ? ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നിങ്ങൾ തയ്യാറെടുക്കാറില്ലേ? ആ മുൻകൂട്ടി തയ്യാറെടുക്കുന്ന ആക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രൊആക്റ്റീവ്. നമുക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ അച്ചീവ് നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ഉണ്ട്. ആ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രൊആക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് റിയാക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പ്രശ്നം നടക്കണം നിർബന്ധമില്ല. പെട്ടെന്നൊരു സംഭവം നടന്നാൽ, നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, അതാണ് റിയാക്റ്റീവ് സ്ട്രാറ്റജി. സർ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും സർ. അങ്ങനെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ശ്രദ്ധിക്കാം. അതായത് ഓൾറെഡി നമ്മുടെ ബിസിനസ്സിൽ എയർടെൽ, വോഡാഫോൺ, ഐഡിയ, BSNL ഇങ്ങനെ ഒരുപാട് ഒരു സെക്കൻഡ് ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു? സിം ഉണ്ടായിരുന്നു. അവിടെ 2016 ആര് വന്നു? ജിയോ വന്നപ്പോ എല്ലാരും വിചാരിച്ചു ജിയോ നമ്മളെ പോലെ തന്നെ കോളിനാണ് ചാർജ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ജിയോ പ്രൊആക്റ്റീവ് ആയിട്ട് എങ്ങനെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്ന് പ്രൊആക്റ്റീവ് ആയിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ എങ്ങനെ ചിന്തിച്ചത്? കോൾസ് ഒക്കെ ഫ്രീ ആക്കണം. അവരെന്തിനാ ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഡാറ്റയാണ് അവര് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവര് പ്രോ ആക്റ്റീവായിട്ട് ഇതിനെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ നേരത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? 2010 ജിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജിയോ എന്ന് പറയുന്ന കമ്പനി. അന്ന് മുതലേ മുകേഷ് അംബാനി ഇത് ചിന്തിക്കുകയാണ്, ഇത് എങ്ങനെ ലോഞ്ച് ചെയ്യണമെന്ന്. മനസ്സിലാവുന്നുണ്ടോടാ? സോ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി 2010 മുതൽ ചിന്തിച്ചിട്ട് അവർ പ്രോ ആക്റ്റീവായിട്ട് മുൻകൂട്ടി അവർ കുറെ തീരുമാനിച്ചു എങ്ങനെ ലോഞ്ച് ചെയ്യണം. 2016 ലോഞ്ച് ചെയ്യണമെന്ന് അവർക്ക് അറിയായിരുന്നു. അത് എങ്ങനെ ലോഞ്ച് അവർ മുൻകൂട്ടി തീരുമാനിച്ചു. എങ്ങനെ ലോഞ്ച് ചെയ്താലാണ് ഇവിടെ മാർക്കറ്റ് പൊസിഷൻ വളരുക, ഇവിടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരുക? ഞാൻ ഉപയോഗിച്ച 2 വാക്ക് എന്തൊക്കെയാണ്? ഒന്ന് മാർക്കറ്റ് പൊസിഷൻ. എങ്ങനെ ലോഞ്ച് ചെയ്താണ് ജിയോയുടെ മാർക്കറ്റ് പൊസിഷൻ വളരുക? എങ്ങനെ ലോഞ്ച് ചെയ്താണ് ജിയോയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരുക? ഇതിനെ കുറിച്ചിട്ട് അവർ ചിന്തിച്ചു. ഓക്കെ ആണോടാ? എന്നിട്ട് അവർ ലോഞ്ച് ചെയ്തു. ഇവിടെ ജിയോ ചെയ്ത സ്ട്രാറ്റജി എന്താണ്? പ്രൊആക്റ്റീവ്. അങ്ങനെ ജിയോ ലോഞ്ച് ചെയ്തപ്പം ഈ ബാക്കിയുള്ളവർ ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്താണ് കോൾസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന്. അവസാനം ആ ഒരു കോൾസ് ഫ്രീ ആയിട്ട് കൊടുത്തില്ലേ? യെസ്. സോ ഇങ്ങനെ ജിയോ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എടുത്തപ്പോ എയർടെൽ, വോഡാഫോൺ, ഐഡിയ ഇവരെങ്ങനെ റിയാക്ട് ചെയ്തത് അതിനോട്? അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. ടെലികോം ഇൻഡസ്ട്രിയിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. എന്താണ് സംഭവം? കോൾസ് മൊത്തം ഫ്രീ ആയിട്ട് കൊടുത്തു. എയർടെൽ, വോഡാഫോൺ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഒരു പോയിന്റിൽ കോൾസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത സംഭവം നടന്നു. എന്താ സംഭവിച്ചത്? അൺആന്റിസിപ്പേറ്റഡ് ഈവന്റ് സംഭവിച്ചു. ഒരു ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻ വന്നു. ഇപ്പൊ ഒരു ഫ്രഷ് മാർക്കറ്റ് വന്നു. അവിടെ ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻ വന്നു. അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. ഒരു ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻ. എന്താ ഫ്രഷ് മാർക്കറ്റ്? ഇത്രയും കാലം എല്ലാവരും കോളിനായിരുന്നു ചാർജ് ചെയ്ത്, ഇപ്പൊ ഡാറ്റയാണ് ഇന്ന് ചാർജ് ചെയ്ത്. പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. അതിനോട് അവർ എങ്ങനെ റിയാക്ട് ചെയ്തത്? അവരും എന്ത് ചെയ്യാൻ തുടങ്ങി? അവരും കോള് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. കാരണം ജിയോ കോള് ഫ്രീ ആക്കിയ സമയത്ത് ഈ എയർടെലിന്റെ കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. ആ ഒഴുക്ക് തടയാൻ വേണ്ടി അവരെങ്ങനെയാ റിയാക്ട് ചെയ്ത്? അവരും കോള് ഫ്രീ ആയിട്ട് കൊടുത്തു. അവരും ഡാറ്റക്കാണ് ചാർജ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? ഇവിടെ ജിയോ ആണ് പ്രൊആക്റ്റീവ് ആയിട്ട് സ്ട്രാറ്റജി എടുത്തത്. ജിയോ എന്തിനാ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എടുത്തത്? അവിടെ മാർക്കറ്റ് പൊസിഷൻ പിടിക്കാൻ, അവിടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി പ്രൊആക്റ്റീവ് ആയിട്ട് ഒരു സ്ട്രാറ്റജി എടുത്തു.
എന്താ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി? കോൾസ് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എടുത്തപ്പോൾ എയർടെൽ, വോഡാഫോൺ, ഐഡിയ, ടാറ്റ ഡോകോമോ, റിലയൻസ് മറ്റുള്ള കമ്പനീസ് ഒക്കെ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്തത്? അവരും ഫ്രീ ആയിട്ട് ക്ലാസ് എന്നൊക്കെ പറയുന്നത്, അവരും ഫ്രീ ആയിട്ട് കോൾസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അവരും ഡാറ്റ തന്നെ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ആരാണ് പ്രൊആക്റ്റീവ്, ആരാണ് റിയാക്റ്റീവ്? ടെൽ മീ. ഇവിടെ ജിയോ അല്ലടാ പ്രൊആക്റ്റീവ്. ജിയോ അല്ലെ മുൻകൂട്ടി പ്രിപ്പയർ ഒക്കെ ചെയ്ത് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവന്നത്? അല്ലടാ പറയടാ. ജിയോ അല്ല ഇവിടെ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എടുത്തത്. യെസ് സർ. ബാക്കിയുള്ളവർ എന്താ ചെയ്തത്? മറ്റുള്ള സിനിമ എന്താ ചെയ്തത്? അതേഴ്സ് എന്താ? അവരാണ് ഇവിടെ റിയാക്റ്റീവ് സ്ട്രാറ്റജി എടുത്തത്. ഒരാൾ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എടുത്തു, ഒരാൾ റിയാക്റ്റീവ് സ്ട്രാറ്റജി എടുത്തു. ശരിയല്ലടാ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എനിക്കൊരു മറുപടി തരണം. ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ് നമുക്ക് പ്ലാൻഡ് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുന്നത്? ഏതിനാണ് നമുക്ക് അഡാപ്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുന്നത്? പറ. ഇതിനകത്ത് പ്രൊആക്റ്റീവ്, റിയാക്റ്റീവ് രണ്ടെണ്ണം ഉണ്ട് അല്ലെ. ഇതിനകത്ത് ഒരെണ്ണം പ്ലാൻഡ് ആണ്, ഒരെണ്ണം അഡാപ്റ്റീവ് ആണ്. പറ, ഇതിൽ ഏതിനാണ് നമുക്ക് പ്ലാൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? പ്രൊആക്റ്റീവിന് നമുക്ക് പ്ലാൻഡ് സ്ട്രാറ്റജി എന്ന് പറയാം അല്ലെ. മുൻകൂട്ടി കാണും. കാരണം നിങ്ങൾ ജിയോയുടെ കാര്യം ചിന്തിച്ച് 6 വർഷം അവിടെ പ്ലാൻ ചെയ്ത് ഇത് എങ്ങനെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണം, പ്ലാൻ ചെയ്തിട്ട് ഇറക്കുന്നതാണ് എന്ത്? പ്രൊആക്റ്റീവ്. റിയാക്റ്റീവ് എന്നാണ് അഡാപ്റ്റീവ്. അവിടെ ഒരു അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് നടന്നു, ഇനിയിപ്പോ അതുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ജിയോ മാർക്കറ്റ് കോൾസ് ഫ്രീ ആയിട്ട് കൊടുത്തു, ഇപ്പൊ നമ്മൾ അതിനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യേണ്ടത്? നമ്മളും കോൾസ് ഫ്രീ ആയിട്ട് കൊടുക്കണം. സോ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി is also known as planned strategy. Reactive strategy is also known as adaptive strategy. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോടാ? യെസ്. ആ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. നോക്കാവേ നമുക്ക് എന്താ പറഞ്ഞത് ഇവിടെ? സ്ട്രാറ്റജി. എടാ ഇതിൽ ഏതാ നല്ലത്? പ്രൊആക്റ്റീവ് ആണോ നല്ലത്, റിയാക്റ്റീവ് ആണോ നല്ലത്? ഒരു ബിസിനസ്സിന് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ആണോ നല്ലത്, റിയാക്റ്റീവ് സ്ട്രാറ്റജി ആണോ നല്ലത്? കമന്റ് ചെയ്ത് ചാറ്റ് ബോക്സ്. ഒരു കമ്പനിക്ക് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ആണോ നല്ലത്, റിയാക്റ്റീവ് സ്ട്രാറ്റജി ആണോ നല്ലത്? ഒരു കമ്പനിക്ക് പ്രൊആക്റ്റീവ് ആണോ നല്ലത്, റിയാക്റ്റീവ് ആണോ നല്ലത്? എനിക്ക് 100% ഷുവർ ആയിരുന്നു എല്ലാവരും ഇപ്പൊ പ്രൊആക്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്തു. എനിക്ക് ഉറപ്പായിരുന്നു. എടാ രണ്ടും വേണം. യെസ്, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ലാലു വെരി കറക്റ്റ്. അജോന വെരി കറക്റ്റ്. ഡിപെൻഡ്സ്. എടാ രണ്ടും വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ, എയർടെൽ റിയാക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, എയർടെൽ, വോഡാഫോൺ അവർ റിയാക്ട് ചെയ്തില്ല, അവർ പിന്നെയും കോൾസ് തന്നെ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുത്തില്ല, കോൾ ഫ്രീ ആയിട്ട് കൊടുത്തില്ല. അവർ ഇപ്പോഴും കോൾ അതേപോലെ തന്നെ റേറ്റ് ഒക്കെ പൈസ ഒക്കെ കൂട്ടി വാങ്ങാൻ തുടങ്ങി. നമ്മൾ അവിടെ നിൽക്കുമോ? ഇല്ല, നമ്മളൊക്കെ ജിയോയിലേക്ക് പോകത്തില്ലേ? യെസ്. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യണം. സോ രണ്ട് സ്ട്രാറ്റജി നമുക്ക് വേണം. നമുക്ക് പ്രൊആക്റ്റീവ് വേണം, റിയാക്റ്റീവ് വേണം. സോ നമ്മുടെ കമ്പനിയിൽ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി ഷുഡ് ബി എ ബ്ലെൻഡ് ഓഫ് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ആസ് വെൽ ആസ് റിയാക്റ്റീവ് സ്ട്രാറ്റജി. നമ്മൾ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്തിനെടുത്തത്? നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്തിനെടുത്തത്? നമ്മൾ ഇവിടെ എഴുതിയത് ഓക്കെ. പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്തിനടുത്ത്? മാർക്കറ്റ് പൊസിഷൻ കൂട്ടാനും ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂട്ടാനും. റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്തിനടുത്ത്? നമ്മൾ അൺആന്റിസിപ്പേറ്റഡ് ഇവന്റും ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻ. നോക്കിയേ, അതേ പോയിന്റ്സ് ഇവിടെ ഉണ്ട്. നോക്കിയേ, പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്തിനടുത്തത്? ടു ഇംപ്രൂവ് ദ കമ്പനീസ് മാർക്കറ്റ് പൊസിഷൻ, ടു ഇംപ്രൂവ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. എപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുക അൺആന്റിസിപ്പേറ്റഡ്. പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവിച്ചു, ഒരു പുതിയ മാർക്കറ്റ് കണ്ടീഷൻ വന്നു. ഇത്രയും കാലം നമ്മൾ കോൾ ആയിരുന്നു ചാർജ് ചെയ്തത്, ഇനി അങ്ങോട്ട് നമ്മൾ ഡാറ്റയാണ് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോൾ ഫ്രീയാ, പുതിയ മാർക്കറ്റ് കണ്ടീഷൻ വന്നു. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിയാക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ബിസിനസ്സിൽ ഏതാ വേണ്ടത്? ബിസിനസ് ഷുഡ് യൂസ് ബോത്ത് പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് സ്ട്രാറ്റജി. നമ്മുടെ ബിസിനസ് നമുക്ക് രണ്ടും വേണം. നമ്മൾ പ്രൊആക്റ്റീവ് ആയിക്കണം, റിയാക്റ്റീവ് ആയിക്കണം. സി, ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മാർക്കറ്റിൽ. നമ്മുടെ പണ്ട് മുതലേയുള്ള കുറെ വലിയ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നില്ലേ നമ്മുടെ മാർക്കറ്റിനകത്ത്? യെസ്. എല്ലാവർക്കും അറിയാലോ, ഞാൻ പേര് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. യെസ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാ ലോഞ്ച് ചെയ്തത്? ഞാൻ പേര് പറയാം. ക്സൈലം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങി അല്ലെ മാർക്കറ്റിൽ. ക്സൈലം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്? അവർ ഏറ്റവും ചെറിയ പ്രൈസിന് കൊടുത്തു. CA ഫൗണ്ടേഷൻ ക്ലാസ് വളരെ ചെറിയ പ്രൈസിന് അവർ മാർക്കറ്റിൽ ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ ലോഞ്ച് ചെയ്തത്? അവർ ഏറ്റവും ചെറിയ പ്രൈസിൽ CA ഫൗണ്ടേഷന് ക്ലാസ് കൊടുത്തു. ഓക്കെ. ഇതിനോട് മറ്റു പ്ലേയേഴ്സ് ഓൾറെഡി ഉള്ള മറ്റു പ്ലേയേഴ്സ് അവരെങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്തത്? അവരും അതേപോലെ തന്നെ പ്രൈസ് കുറച്ചു കൊടുത്തു. ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? എടാ ഒന്ന് കമന്റ് ചെയ്യടാ. യെസ് ആണെങ്കിൽ യെസ് എന്ന് പറ, നോ ആണ് നോ എന്ന് പറ.
യെസ് അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. മാർക്കറ്റിൽ ഒരു പ്ലെയർ വന്നിട്ട് ഏറ്റവും ചെറിയ പ്രൈസിന് ക്ലാസ് കൊടുത്തു, ബാക്കിയുള്ളവർ വെറുതെ ഇരുന്നോ? ഇല്ല, അവരും എന്ത് ചെയ്തു? അവരും ചെറിയ പ്രൈസിന് ക്ലാസ് കൊടുത്തു. ഓക്കെ ആണോ? യെസ്. So proactive strategy is a planned strategy, whereas reactive strategy is a adaptive strategy. Okay ആണോ? ഓക്കെ ആണോ? ഏതാണ് ഡെലിബറേറ്റ്ലി നമ്മൾ ചെയ്യുന്നത്? പ്രൊവാക്റ്റീവ് അല്ലെ? ഡെലിബറേറ്റ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ. ഡെലിബറേറ്റ് ആക്ഷൻ എവിടെയാണ് വരുന്നത്? പ്രൊവാക്റ്റീവ് അല്ലടാ? അല്ലടാ? യെസ്. എവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ, അൺആന്റിസിപ്പേറ്റഡ്, പ്രതീക്ഷിക്കാണ്ട്, ഒരു അൺഎക്സ്പെക്ടഡ് ടേൺ, നമ്മൾ തീരെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ വരുന്നത് എവിടെയാ? എവിടെ വരുന്നത്? റിയാക്റ്റീവ് സ്റ്റേജ്. എടാ, നമ്മുടെ ജീവിതത്തിലായാലും ബിസിനസ്സിലും എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും എല്ലാം പ്രതീക്ഷിച്ച പോലെയാണ് നടക്കുന്നത്? അല്ല. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, പല കാര്യങ്ങളും നടക്കാറുണ്ട്. കാരണം ഞാൻ എന്റെ +2 കഴിയുന്നത് വരെ ഞാൻ CA ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടും കൂടില്ല. കാരണം CA എന്റെ മൈൻഡിൽ പോലും ഉണ്ടായില്ല. കാരണം +1 +2 വരെ ഞാൻ CA നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം എന്റെ ചേച്ചി CA ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി CA ഇന്റർവ്യൂ തോറ്റിരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് CA ചെയ്യാൻ തോന്നുമോ? തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ചേച്ചി എന്നെക്കാളും ബ്രൈറ്റ് സ്റ്റുഡന്റാ. അപ്പൊ അവൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്കും കിട്ടുന്നില്ല എന്ന് ഞാൻ വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ CA നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം +2 വരെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്യുക, അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക. എനിക്ക് രാഷ്ട്രീയത്തിനോടൊക്കെ ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയാണ് ലൈഫ് നമ്മളെ കൊണ്ടുപോകുന്നത്? അല്ല. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറെ കാലം മുൻകൂട്ടി പ്ലാൻ ചെയ്യും. പക്ഷെ ചില കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത സംഭവം നടക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്ലാന് വീണ്ടും നമ്മൾ ഡൈവേർട്ട് ചെയ്യും. ശരിയല്ല? സോ ഇത് തന്നെയാണ് ബിസിനസ്സിൽ വരിക. ബിസിനസ്സിൽ നമ്മൾ പല കാര്യം മുൻകൂട്ടി തീരുമാനിക്കും. പക്ഷെ എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ നടക്കൂ? ഇല്ല. ഫോർ എക്സാമ്പിൾ, ടാറ്റാന്റെ ഹോട്ടൽ, താജ് ഹോട്ടൽ, ടാറ്റ ഗ്രൂപ്പിന്റെ താജ് ഹോട്ടൽ, 26/11 അറ്റാക്ക്. എല്ലാവർക്കും അറിയാലോ 26/11 അറ്റാക്ക്. യെസ്. അവര് അത്യാവശ്യം നല്ല സെക്യൂരിറ്റി കാരണങ്ങൾക്ക് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു അറ്റാക്ക് അവർ പ്രതീക്ഷിച്ചായിരുന്നു? ഇല്ല. ഓർക്കുന്നില്ല നിങ്ങൾ എല്ലാവരും 26/11 അറ്റാക്ക്, മുംബൈ താജ് ഹോട്ടൽ ഓർക്കുന്നില്ലേ? യെസ്. മറ്റേ ഒരു അജ്മൽ കസബ് ഓർക്കുന്നില്ലടാ? യെസ്. സോ ആക്ച്വലി താജിന്റെ ഹോട്ടലില് അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇതുപോലത്തെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതൊരു അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി വിചാരിക്കും. പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി മാറ്റണം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് രണ്ടും വേണം. നമ്മുടെ ബിസിനസ്സിൽ രണ്ടും വേണം. പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി വേണം, റിയാക്റ്റീവ് സ്ട്രാറ്റജി വേണം. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോടാ? ഫൈൻ ആണോ? നോക്കട്ടെ. സ്ട്രാറ്റജി partly is deliberate and proactive, standing as the product of management's analysis and strategic thinking about company situation and its conclusion about how to position. അല്ലെ, proactive strategy അല്ലേ how to position the company in the marketplace. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർക്കുന്നുണ്ട്, ജിയോനെ എങ്ങനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യണം അതിനുവേണ്ടി അവർ മുൻകൂട്ടി ചിന്തിച്ചു. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നോട്ട് എവറി സ്ട്രാറ്റജിക് മൂവ് ഇസ് ദ റിസൾട്ട് ഓഫ് പ്രൊവാക്റ്റീവ് പ്ലാൻ. തിങ്സ് വിൽ ഹാപ്പൻ ദാറ്റ് കനോട്ട് ബി ഫുള്ളി. ചില സമയം നമ്മുടെ ബിസിനസ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. തിങ്സ് കനോട്ട് ബി ഫുള്ളി ആന്റിസിപ്പേറ്റഡ് ഓർ പ്ലാൻ ഫോർ. വെൻ മാർക്കറ്റ് ഓർ കോമ്പറ്റീറ്റീവ് കണ്ടീഷൻസ് ടേക്ക് ആൻ അൺഎക്സ്പെക്ടഡ്, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവം ബിസിനസ്സിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്, നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ മാറ്റങ്ങൾ, വി ഹാവ് ടു റിയാക്ട്. സം കൈൻഡ് ഓഫ് സ്ട്രാറ്റജിക് റിയാക്ഷൻ ഓർ അഡ്ജസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയാക്റ്റീവ് സ്ട്രാറ്റജി. അല്ലടാ? സെറ്റ് അല്ലടാ? ഓക്കെ ആണോടാ? യെസ്. ഓക്കെ. ഈ ഒരു ചാർട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ ഒരു ചാർട്ട് സിമ്പിൾ ആണോ? ഒന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞ പോലെ നോക്കിയാൽ മതി. കമ്പനി പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കമ്പനിക്ക് എന്താ? എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ മുൻകൂട്ടി കുറെ കാര്യം പ്രിപ്പയർ ചെയ്യില്ല, പ്ലാൻ ചെയ്യില്ല. അതിന് എനിക്ക് എന്താ വേണം? എനിക്ക് എക്സ്പീരിയൻസ് വേണം, എനിക്ക് നോ ഹൗ ആൻഡ് റിസോഴ്സ് വേണം, എനിക്ക് നല്ല സ്ട്രെങ്ത് വേണം, എന്റെ വീക്ക്നെസ് കുറിച്ച് എനിക്ക് ധാരണ വേണം, എന്റെ പോരായ്മകൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് എനിക്ക് ധാരണ വേണം. ശരിയല്ല? ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി ഞാൻ എന്ത് ചെയ്യും? ബിൽഡ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പക്ഷെ ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യം സംഭവിക്കും. അതിനോട് ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു അഡാപ്റ്റ്, ഐ ഹാവ് ടു റിയാക്ട്, ഐ ഹാവ് ടു അഡാപ്റ്റ് ടു ദ ചേഞ്ചിങ് സർക്കംസ്റ്റൻസ്. ബിസിനസ്സിൽ മാറുന്ന സാധ്യതയനുസരിച്ച് ഞാനും എന്ത് ചെയ്യണം? മാറണം. അല്ലെ? സോ അങ്ങനെ ബോത്ത് ന്യൂ ഇനീഷ്യേറ്റീവ് പ്ലസ് ഓൺ ഗോയിങ് സ്ട്രാറ്റജി. സോ ബോത്ത് പ്രോആക്റ്റീവ് സ്ട്രാറ്റജിയും വേണം, റിയാക്റ്റീവ് സ്ട്രാറ്റജി വേണം. അങ്ങനെ രണ്ടും കൂടി വന്നതാണ് എന്ത്? നമ്മുടെ ആക്ച്വൽ സ്ട്രാറ്റജി. സോ ഒരു ബിസിനസ്സിൽ ഞാൻ ചെറുതായിട്ട് ഇവിടെ എഴുതുവാണെങ്കിൽ ഞാൻ പറയാം, ഒരു ബിസിനസ്സിൽ പ്രോആക്റ്റീവ് സ്ട്രാറ്റജി വേണം, റിയാക്റ്റീവ് സ്ട്രാറ്റജി, രണ്ടും കൂടി ചേർന്നാണ് എന്ത്? നമ്മുടെ ആക്ച്വൽ സ്ട്രാറ്റജി. ഇത്രയേ ഉള്ളൂ. ഈ സംഭവമാണ് ആക്ച്വലി അത്രയും വലിയ ചാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ്സിൽ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജിയും വേണം, റിയാക്റ്റീവ് സ്ട്രാറ്റജിയും വേണം. രണ്ടും കൂടി മിക്സ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആക്ച്വൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോടാ?
ഫൈൻ ആണോ? ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ടുഡേസ് ക്ലാസ്. നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഞാൻ ഫുള്ളി ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നിപ്പോ ഞാൻ റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്സ് എന്തായിരുന്നു? ആദ്യം പഠിച്ച ടോപ്പിക് സ്ട്രാറ്റജി. സ്ട്രാറ്റജി നമ്മൾ 4 കാര്യങ്ങൾ എഴുതിയത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് പോക്കോ, ഒന്ന് GCE, ഒന്ന് DDD, ഒന്ന് SWOT. എടാ നിങ്ങൾ ഇതുപോലെ തന്നെ നോട്ട്ബുക്കിൽ ചാർട്ട് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ചാർട്ട് വേണം നമ്മൾ എല്ലാ ദിവസവും റിവൈസ് ചെയ്യാൻ പഠിച്ചത്. പോക്കോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? പൊസിഷൻ ടു ടേക്ക് ദ മാർക്കറ്റ് പൊസിഷൻ. ഓർക്കുന്നുണ്ടോ? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് ടു ടേക്ക് മാർക്കറ്റ് പൊസിഷൻ. ഓ എന്തായിരുന്നു? ഓപ്പറേഷൻ. സി എന്താ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓ എന്താ? ഒബ്ജക്റ്റീവ്. GCA ഓർക്കുന്നുണ്ടോ? GCA it's a unified destination to gain, to achieve the goal, to gain command over the situation, to have an advantage position. ഇത് ഓർക്കുന്നുണ്ടോ? It's a long range. ഓർക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ കയ്യൊക്കെ ആക്ഷൻ കാണിച്ച് ഓർക്കുന്നുണ്ട്. It's a long range blueprint of organization for DDD. എന്താ DDD? Decide, image, direction, destination. SWOT strength എന്തായത്? Make full use. Weakness, offset, opportunity. ഏതാ ഓർക്കുന്നുണ്ടോ? C എന്താ? C search, evaluate, exploit. Threat എന്താ? നമ്മൾ ഫേസ് ചെയ്യണം. Perceive and meet. ഓക്കെ ആണോ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? മാനേജ്മെന്റ് അല്ലെ? മാനേജ്മെന്റ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് കീ പീപ്പിൾ അല്ലെ? പിന്നെ അത് ഒരു പ്രോസസ്സും കൂടിയാണ് അല്ലെ? പ്രോസസ് അല്ലെ? എന്തിനുള്ള പ്രോസസ്? ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. ടു അച്ചീവ് ഒബ്ജക്റ്റീവ്. ഓക്കെ ആണോ? പിന്നെന്താ പറഞ്ഞത്? മാനേജ്മെന്റ് ഇറ്റ്സ് എ കീ പീപ്പിൾ, പ്രോസസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. പിന്നെന്താ പറഞ്ഞത്? ഫെസിലിറ്റേറ്റ് ചേഞ്ചസ്. ബിസിനസ്സിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് മാനേജ്മെന്റ്. പിന്നെ എന്താണ്? സക്സസ് ആൻഡ് സർവൈവ് അല്ലെ? പിന്നെ ഓർഗനൈസേഷൻ പ്രൊഡക്റ്റീവ് ആൻഡ് പർപ്പസ്ഫുൾ ആക്കേണ്ടതാണ് മാനേജ്മെന്റ്. എങ്ങനെ? ബൈ യൂട്ടിലൈസിംഗ് ദ റിസോഴ്സസ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ശരിയല്ലടാ? ശരിയല്ലടാ? യെസ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചത്. പിന്നെ 2 ടോപ്പിക് പഠിച്ചു. ഒന്ന് പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇന്ന് നമ്മൾ കോൺസെപ്റ്റ് മാത്രമേ പഠിച്ചുള്ളൂ. നാളെ നമ്മൾ ഇതേ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. നെക്സ്റ്റ് പുതിയ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം അല്ലെ? യെസ്. അപ്പൊ ഇന്ന് പഠിച്ച കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് പോലെ വെറും 3 ക്ലാസ് മതി ചാപ്റ്റർ 1 തീർക്കാൻ. വെറും 3 ക്ലാസ്. ഇന്നത്തെ നമ്മൾ സ്ട്രാറ്റജി മാനേജ്മെന്റ് കഴിഞ്ഞു. നാളെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആക്കും, കോർപ്പറേറ്റ് ലെവൽ കംപ്ലീറ്റ് ആക്കും, മറ്റന്നാള് സ്ട്രാറ്റജിക് ഇന്റന്റ് കംപ്ലീറ്റ് ആക്കും. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട്. മനസ്സിലായോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ടുഡേസ് ക്ലാസ്. See you at നാളത്തെ ക്ലാസ്. അത്ര തന്നെ. ഓക്കെ ആണോടാ?